أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അമലിൽ ഇഖ്ലാസ് ഉണ്ടാവേണ്ട ആവശ്യകതയായി പറഞ്ഞു വന്നു. ഇഖ്ലാസ് ഉണ്ടാക്കാൻ ഉതകുന്ന ചില അസ്ബാബുകളാ പറയുന്നത്. ഒന്നാമത് പ്രസിദ്ധനാവണ്ടെന്നാ പറയും. എല്ലാവർക്കും അറിയപ്പെട്ട പ്രസിദ്ധൻ ഒരു ഫുലാനിന് ഫുലാനുണ്ട് ഇന്നെങ്കിൽ എന്താന്നറിയോ അയാള്. അവൻ പിന്നെന്താക്കും, നാട്ടുകാരെല്ലാം കുറെ വയ്ക്കുന്നു വളഞ്ഞുകൂടും. പിന്നെ പരിപാടിക്ക് ക്ഷണിക്കലെന്നെ. പരിപാടി വിജയിക്കണമെങ്കിൽ കൊണ്ടുപോകണം. അങ്ങനെ അയക്കൊണ്ടിരിക്കുമ്പോ എന്താക്കി ജനങ്ങളെ ആളായിട്ട് മാറി. അപ്പൊ ഇയാളെന്തായിന്നറിയോ, ഈ ചള്ളുപഴം പതിപ്പിച്ച മതിരിയായി. അതിന് മധുരമൊന്നും ഉണ്ടാവില്ല. ചാക്കി കെട്ടിയിട്ട് പുകയിലിട്ടാലുണ്ടാവും, ചള്ളു പോകും, പകുത്ത് കിട്ടും. അതുകൊണ്ട് ഒരാൾ കമാലാകുന്നതിന് മുമ്പ് പ്രസിദ്ധനായി കഴിഞ്ഞാൽ ജനങ്ങൾ തട്ടിക്കൊണ്ട് പോയി കളയുന്ന പറയുന്നു. പിന്നെ ചെയ്യുന്ന പണിയെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയ പദവി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇയാൾ എന്താക്കും, കോലം കെട്ടേണ്ടി വരും. അതാണ് മുപ്പറ പറയുന്നത്, ഇദ്ഫൻ വജൂദക ഫീ അർദിൽ ഖുമൂൽ. ഖുമൂൽ എന്താ, പ്രസിദ്ധിയില്ലായ്മ. അപ്പൊ പ്രസിദ്ധിയില്ലായ്മ എന്താക്കി, ഒരു പഴയ ഭൂമിയോട് സങ്കല്പിച്ച് ആ ഭൂമിയെ കൊണ്ടുപോയിട്ട് നിന്നെ തന്നെ അങ്ങോട്ട് കുഴിച്ചിട്ടല്ലോ, ആരും അറിയണ്ട. അങ്ങനെ ഒരാളുണ്ടെന്ന് അറിയണ്ട. അതിന്റെ ഒരു ഉദാഹരണം പറയുന്ന കുടിച്ചിടാതെ കണ്ട് വീണ് മുളക്കുന്ന സാധനം ഉണ്ടാവുമല്ലോ. മാങ്ങ കൊരട്ടാലെന്തായി, കാക്കം കൊത്തിയിട്ടപ്പോ വീണം കെട്ട് മുളച്ചു. എന്നാല് നട്ട മരത്തിന്റെ മാതിരിയുള്ള പഴക്കൊഴുപ്പ് അതിനൊന്നും ഉണ്ടാവില്ല. അതെന്താക്കും, വെയിറ്റ് കൂടുമ്പോ വേരില്ലാത്തോണ്ട് പൊട്ടിയങ്ങ് പോകും. അത് മുളക്കൂല. അതിനോട് ഉപമിച്ചിരിക്കും. അതില്ലേ അതാ ഐഫിൽ ഖുമൂൽ. ഖുമൂൽ എന്ന് പറഞ്ഞാൽ എന്താ, വഹുവ അദമു ശുഹറ. ശുഹറത്തില്ലായ്മ, ആരാലും അറിയപ്പെടുന്നില്ല. അതെന്താക്കി, അതിനാ ഭൂമിയോട് സാദൃശ്യപ്പെടുത്തിട്ടാ പറഞ്ഞു. ഈ പ്രസിദ്ധിയില്ലായ്മ എന്നത് ആരും അറിയപ്പെടാത്തൊരു ഭൂമി. ആ ഭൂമി കൊണ്ടുപോയിട്ട് എന്താക്കി നിന്നെ കുഴിച്ചിട്ടെ. അതിൽ നിന്റെ ഗുരുവിനെ കുഴിച്ചിടൽ എന്ന് പറഞ്ഞില്ല, മറമാടൽ എന്ന് പറഞ്ഞാൽ എന്താന്ന്, ശുഹറത്തിനുള്ള അസ്ബാബുകളൊന്നും കൈകാര്യം ചെയ്യണ്ട. ശുഹറത്തുണ്ടാകുന്ന ഒരു കാര്യം കൈകാര്യം ചെയ്യണ്ട. അതെങ്ങനെ, ആ ബിഅൻ എന്ന് പറഞ്ഞ ബാന്തിനോടാണ് ബന്ധപ്പെട്ടത്. നഫിയോടോ മൻഫിയോടോ? അനിമ നോക്കിയിട്ടില്ല, മൻഫിയോട്. അതായത് ആ ശുഹറത്തിന്റെ അസ്ബാബ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കൈകാര്യം ചെയ്യണ്ടെന്നല്ല, ചെയ്യണ്ട എന്നതിനോടാ. വേണ്ടാന്നല്ല നഫിയില്ലല്ലോ, അതിനോടല്ല. അസ്ബാബ് ശുഹറത്ത് കൈകാര്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അതാണല്ലോ വേണ്ടെന്ന് പറഞ്ഞത്, മൻഫി. അതെന്താ, വലിയ പദവികള്, അതിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാന്ന്, മറ്റേത് അതാളാന്ന്, 150 കാദിയാന്ന്, മറ്റാന്ന് ഭയങ്കര പ്രസിദ്ധി, പല മനാസിബികളും വകൈരിയ. അതൊക്കെ എന്തുണ്ടാക്കും, മിമ്മാഫി ഇന്തിഷാറു സീതി, ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തിയും കേളിയും പരക്കാൻ കാരണമാകുന്ന കാരണങ്ങളാണ്. ഒന്നും അതിൽ ഞാനൊന്നിന്റെ പ്രസിഡന്റും ആകുന്നില്ല, ഞാൻ സെക്രട്ടറിയും ആകുന്നില്ല, ഖജാൻജിയും ആകുന്നില്ല, കാദിയും ആകുന്നില്ല. ഒന്നും അതിൽ തന്നെ അള്ളാന്റെ അബദ്ധപ്പെട്ട അബദ്ധമായിട്ട് എളിയോ. ചിലപ്പോ ഇങ്ങനെ ആൾ ജീവിച്ചെന്ന് തന്നെ അറിയില്ല. പ്രശസ്തി കാരണം ഇനി നിന്റെ ശുഹറത്തിന് ശേഷമാണ് എന്താക്കുന്നത്. ആദ്യം മുപ്പത്താൻ പറഞ്ഞത്, നീ സുലൂക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റെടുക്കണ്ട. തിരിച്ചു വെച്ചാലോ, ആദ്യം വലിയ ആളായി, എന്തിന് തിരിച്ചു വെച്ചാലോ, അതാ നിനക്ക് ശുഹറത്ത് വന്നതിന് ശേഷമാണ് ഈ മാർഗത്തിൽ ബന്ധം വിവരിക്കാം. രണ്ട് സംഗതി ഉണ്ടാവൂലേ.
ആദ്യം മാർഗത്തിൽ പ്രവേശിച്ച സുഹൃത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല. ആദ്യം സുഹൃത്ത് കിട്ടി എന്തോ കാരണത്താൽ ഇതിനെന്താക്കി മാർഗത്തിൽ പ്രവേശിച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യും? സുഹൃത്തോട് ബന്ധവുമില്ലേ? അവിടെ എന്ത് വേണം? ഫൽ വാജിബു അലൈക തവാദു, കൈനത്ര തവാദു നിർബന്ധമാക്കിക്കോന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു വള്ളംവരിയിലും പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കാട്ടടിക്കാൻ പോയിട്ടുണ്ട്. വയസ്സായ പെണ്ണുങ്ങന്മാർക്ക് വെള്ളം നിറച്ചു കൊടുത്തിട്ടുണ്ട്, പുര വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലായില്ല ആ പ്രയോഗം കണ്ട. ഫൈൻ സലക്തരീഖ ബഅദ ശുഹൂറത്തി, ശുഹൂറത്ത് വന്നിരുന്നു, വന്നതിന് ശേഷം ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ തവാദു ആണ് വേണ്ടത്. 2 വഅല്ലാ തറാ ലിനഫ്സിക മഖാമൻ, നിന്റെ നഫ്സിന്റെ ഒരു പദവി നീ കാണാൻ പാടില്ല. വലാ തറാ മാ അൻത ഫീഹി മിനൽ മനാസിബി വഗൈരിഹാ ശൈഅൻ അദീമ, നീ ഏർപ്പെട്ടിരിക്കുന്ന പദവികള് ഓരോ സ്ഥാനങ്ങളുണ്ടോ അത് വലിയൊരു ശൈഅം മദ്കൂറാണെന്ന് കാണാനും പാടില്ല. നാട്ടിൽ കാവ്യോഗ എന്ന് പറഞ്ഞാൽ വലിയ അപ്പുറ സ്ഥാനങ്ങളൊന്നുമില്ല. കെട്ടണ്ട ജുനാവിന്റെ എന്താ അക്ബർ ഹംബിന എന്ന് പറഞ്ഞ മാതിരി വലിയൊരു പള്ളിയുടെ ഖത്തീബായി അയാളെ, അതൊരു ശൈഅം മദ്കൂറല്ല. നാളെ കമ്മിറ്റിന്റെ ആയിരിക്കുന്ന അവസ്മാരാണ് അയാൾക്ക് നാട്ടിൽ പോണ്ടി വരും. അത്രയേ എനിക്ക് ഗ്യാരണ്ടിയുള്ളൂ. ഇതുണ്ടാ. അപ്പൊ എന്തെല്ലാം വേണ്ടത്? സുഹൃത്തിന് ശേഷം സുലൂക്കാണെങ്കിൽ ഉള്ള സുഹൃത്ത് അവിടെ വന്നുപോയി. നിന്റെ നഫ്സിന്റെ ഒരു പദവി ഉണ്ട് എന്ന് നീ കാണാൻ പാടില്ല. നീ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന പദവികൾ വലിയൊരു ശൈഅൻ അദീമാണ്. ഇതൊഴിവാക്കലാണ് ഖൈറുള്ളത് എന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ എപ്പ ചാൻസ് കിട്ടുന്ന അന്നേരം ഒഴിഞ്ഞേ. അപ്പൊ കഞ്ഞിമൂലൊക്കെ തൂറിയോണ്ടല്ല അങ്ങനെ സാധനം ഒഴിഞ്ഞു. പക്ഷെ ഇത് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലാ ബി ഇശാറത്തി ഉസ്താദിക്ക്, ഒന്നിക്കൽ ഉസ്താദ് നിന്നോട് പറയുന്നത് ഒഴിഞ്ഞേന്ന്. തന്നിഷ്ടം കാട്ടാൻ പാടില്ല. അപ്പൊ അത് ബിയോട് എന്തുണ്ട്? ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇലാഹിയ ഇതിന് വരട്ടെ ഒഴിയണം എന്നുള്ളത്. അപ്പൊ തന്നിഷ്ടപ്രകാരം എന്താക്കാൻ പാടില്ല. മുൻപ് പറഞ്ഞില്ല, കേറുന്നതും ഉണ്ടാകണം, ഇതിന് ഇലാഹി വേണം, പുറപ്പെടുമ്പോഴും. അപ്പം സുലൂക്കിന് ശേഷം സുഹൃത്ത് ഒന്ന് ഏറ്റെടുക്കാനേ വേണ്ട. സുഹൃത്ത് വന്നതിന് ശേഷം പാടില്ല. നേരത്തെ പദവിയുണ്ട്, പിള്ളേർ എന്ത് കാട്ടും? എന്താ പറഞ്ഞത്? ഇനി ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഒരു ധാന്യം മുളച്ചു, മിമ്മാലം യുദുഫൻ, അത് കുഴിച്ചു മൂടിയതല്ല, ഭൂമിയുടെ മേലിങ്ങനെ വേദിയതേ സാധന. ഒരു മാങ്ങന്റെ അണ്ടി എന്താണ്ടോ, അതിന്റെ വേറെ ആഴത്തിലൊന്നും പോകില്ല. അത് ലായത്തിൽമു നിതാജു, അതിൽ നിന്നുള്ള ഫലക്കൊയ്ത്തുണ്ടല്ലോ അത് പൂർത്തിയായി കിട്ടൂല. അതാ പറയുന്നത് ബൽ യഖ്റുജു ദഈഫൻ, അത് വളരെ ദഈഫായിട്ടേ മുളച്ചു വരുള്ളൂ. മുസ്ഫറൻ, അതിന് മഞ്ഞ പിടിച്ചിട്ടുണ്ടാകും, പച്ചയിലെ പിടിക്കണ്ടി. ലാ യന്തഫിഹു ബിഹിൽ ഇന്തിഫാഅ താം, പൂർണ്ണമായ ഇന്തിഫാഅ അതുകൊണ്ട് കിട്ടൂല അല്ലേ. ഇനി വൈദാലം ജംബുത്ത്, മുളച്ചിട്ടില്ലെങ്കിലോ ഗാലിബിലുള്ളത് ഒരു പക്ഷി വന്ന് കുത്തിക്കൊണ്ട് പോയി കളയും. മുളച്ചാലായി പറഞ്ഞത്, മുളച്ചിട്ടില്ലെങ്കിൽ പക്ഷി കൊത്തിക്കൊണ്ട് പോകും. അപ്പൊ അവന്റെ പ്രാരംഭ രംഗത്ത് അസ്ബാബു ശുഹറത്ത് കൈകാര്യം ചെയ്താൽ ഖല്ല അൻ യുഫ്ലിഹ ഫീ നിഹായതിഹി, നിഹായത്തിൽ ഫലാഹ് കിട്ടൽ വളരെ കുറവാണ്. കണ്ടാ. വബി തഹഖഖി വബി ഖദരി തഹഖഖി ബി മസ്ഫിൽ ഖുമൂൽ, പ്രസിദ്ധി ഇല്ലായ്മ എന്ന ഖുമൂൽ കൊണ്ട് എത്രത്തോളം തഹഖഖാകുന്നതോ യതഹഖഖു ലഹു മഖാമുൽ ഇഖ്ലാസ്, അത്രത്തോളം എന്താകും? ഇഖ്ലാസിന്റെ മഖാമ് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇവന് നോക്കാനോ പിടിക്കാനോ ഇവനെ പോലീസാക്കാനോ ആരും ആളില്ലല്ലോ. കൊണ്ട് ഇന്തന്നാസ് ഹദന്നാസ്. ഇനി തുടക്കത്തിൽ അവന്റെ കാര്യത്തിന്റെ അടിത്തറ എന്താണ്? അലൽ ഫിറാറി മിനൽ ഖൽഖ്,
പടുപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, പ്രശസ്തി ഇല്ലാതിരിക്കുക, പിന്നെ സുഹൃത്തിന്റെ ഹുബുണ്ടാകാൻ പാടില്ല. സുഹൃത്തില്ല എന്ന് മാത്രമല്ല, സുഹൃത്ത് ഉണ്ടായി തരക്കല്ലായിരുന്നു എന്നൊരു ഹുബുണ്ടാവുമല്ലോ. വേറൊരാള് പോലീസാക്കിയിട്ട് ഫലാനും പറയും നോട്ടീസും ടൈറ്റിലും മറ്റൊക്കെ കൊടുത്ത് മറ്റൊരാൾ ഇയാളെ കാണാൻ പറഞ്ഞല്ല, ഒരു അസാധാരണമായ ആളെന്നല്ല, എന്തെല്ലാം ഡിഗ്രികളാണ്. അപ്പൊ ഈ ഔസാഫെല്ലാം ഫനാകായിട്ട് റബ്ബിനെ കൊണ്ട് മാത്രം ബാക്കിയായാൽ കാന മഅ മൗലാഹു, മൗലയോടൊപ്പായി. ഇനി മൗലായ അള്ളാഹു താക്കുന്ന ഇൽഹാറാക്കുന്ന ആക്കിക്കോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, അല്ലല്ലേ അതാ ഇൻഷാ അദ്ഹറഹു. മൗന വെടുക വെച്ചാൽ ഇൻഹാറാക്കും, മറച്ചു. ചില മരിക്കുന്നതിന് തലത്തെ കൊല്ലായിരിക്കും ഇങ്ങനെ ഒരാളുണ്ടായിന്നറിയില്ല. ഹുസൈൻ ഷേഖിന്റെ അവസ്ഥ അതല്ലേ, 90 വയസ്സ് കഴിഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല, പരക്കാർ പോലും പറഞ്ഞിട്ടില്ല. മരിക്കുന്നതിന്റെ തലയത്തെ കൊല്ലാന്ന് ഇവർക്ക് ദുഹൂറ് വരും. അപ്പോഴൊക്കെ പോയി. قال سيدي أبو العباس رضي الله عنه المرسي من أحب الظهور ظهوറാകണമെന്ന് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവന്റെ പേരെന്താണെന്നറിയോ? അബ്ദുൽ ളുഹൂർ എന്ന് വിളിക്കണം. പിന്നെ വമൻ അഹബ്ബൽ ഖഫാ, ഒരാൾ ഖഫായിനെ ഇഷ്ടപ്പെട്ടാൽ ഫഹു അബ്ദുൽ ഖഫാ എന്ന് വിളിച്ചോ. അപ്പൊ രണ്ടും ഇഷ്ടപ്പെടണ്ട, അല്ലാഹ് എന്താ വേണ്ടത്? അപ്പൊ വമൻ കാന അബ്ദുല്ലാഹി, ഒരാള് അബ്ദുല്ലാഹിയായി, എന്തായില്ല അബ്ദുൽ ളുഹൂറുമായില്ല, അബ്ദുൽ ഖഫാവ് ആകാനാല് ഫസവാഉൻ അലൈഹി അദ്ഹറഹു ഔ അഖഫാഹു, അല്ലാഹു തആല ഇൽഹാറാക്കുന്ന ആക്കിക്കോട്ടെ, വേണമെങ്കിൽ വേണ്ട. അതിന്റെ മുത്തവല്ലി അല്ലാഹ്, അതായത് മുദ്ഖല സിദ്ഖിൻ മുഖറജ സിദ്ഖിൻ. അപ്പൊ സർക്കാബി കിടക്കില്ല. ഇനി ഇബ്നു അബ്ബാസ് കുറച്ചുണ്ട്, വേണം തുടങ്ങാന്ന് മാത്രം, തീരുമെന്ന് പറയാനില്ല. അതുകൊണ്ട് കുറച്ച് നല്ലോണം പറയുന്നുണ്ട്, നല്ല പഠനാർഹമായ കാര്യങ്ങളുണ്ട്. എന്താ ഇത് ഉള്ളുണ്ട. ثم ذكر المؤلف رحمه الله تعالى الحالة التي إذا كان العبد عليها. ഒരു ഹാലത്തിതാ മുസന്നിഫ് തങ്ങൾ പറയുന്നു, ആ ഹാലത്തുണ്ടായാൽ കാന മുഖ്ലിസൻ, അവൻ മുഖ്ലിസായി. എങ്കത്തെ മുഖ്ലിസ് ബിൽ മഅനയൈനി, ഇഖ്ലാസിന് എന്താക്കി? അബ്റാറിന്റെ മർത്തബയും പറഞ്ഞിട്ടുണ്ട്, മുഖറബിന്റെ മർത്തബയും പറഞ്ഞിട്ടുണ്ട്. ഷർക്കാബി 3 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൂപ്പർ എന്താക്കിയില്ല, ഒന്നൊഴിവാക്കി. ആ രണ്ടും അതിന്റെ പ്രകാരം മുഖ്ലിസാക്കാം. എന്താണത്? ഇത് പറഞ്ഞില്ലേ, ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശല്യം ചെയ്യുന്ന ഒരു വസ്തുവുമില്ല മിനശ്ശുഹറത്തി, സുഹൃത്തിനാക്കാണ് ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും എനിക്ക് പറയില്ല. അതുപോലെ വന്തിശാരി സീത്തി, നാടൊട്ടാകെ കേളിയും കീർത്തിയൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അവൻ വണ്ടിയും പിടിച്ചിട്ടും ബസ് പിടിച്ചിട്ടും രാത്രിയും പകലും ഇവർക്ക് ചെല്ലാനോ ഓതാനോ ഉറങ്ങാൻ ടൈമുണ്ടാകും. വെള്ളം മന്ത്രിക്കലും തല മന്ത്രിക്കലും ബാറപ്രസാദി പറയണം, എല്ലാവരും തലയും കൊണ്ടിങ്ങനെ വരും. പിന്നെ ചിലത് ഊതിയ പൊടിവാറിന്റെ പടിയിൽ ഇരിക്കും, ഇപ്പൊ ചൊർക്കള റോഡ് പോലെ ഉണ്ടാവും. ഇത് അവന്റെ ഹദ്ദിൽപ്പെട്ട വലിയ സാധന. ഇത് ഒരു പ്രസിദ്ധനാണോ എന്നുള്ളത് അവന്റെ ഒരു പൂതിയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കട്ടോന്ന് വന്നു. ഈ പൂതി അങ്ങോട്ട് മതിയാക്കണം. അതുപോലെ മുജാഹദത്തിൻ നഫ്സി ഫീഹ, ആ വിഷയത്തിൽ നഫ്സിനോടും മുജാഹദ ചെയ്യണമെന്നും എന്താക്കിയിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. നഫ്സുൽ മുരീദി, മുരീദിന്റെ നഫ്സെന്താക്കും, ചിലപ്പോ സമ്മതിക്കും. ഇതല്ലാതെ ബാക്കി എല്ലാം വേണേ ഞാൻ ഒഴിവാക്കാം, ആ പ്രസിദ്ധി എനിക്ക് ഒഴിവാക്കി തരാൻ കഴിയൂല. തിന്നാതിരിക്കാം, കുടിക്കാതിരിക്കാം, എല്ലാം ആക്കാം, എന്തും സഹിക്കാം, പക്ഷെ പ്രസിദ്ധി ഒഴിവാക്കാൻ കഴിയൂല. ജാഹന്നെ മഹബത്തിൽ ജാഹി വഈസാനുൽ ഇസ്തിഹാറി മുനാഖിബിൽ ഉബൂദിയ്യ. അല്ലേ, ഈ പ്രസിദ്ധിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അബ്ദിന്റെ പറ്റിയ പണിയല്ല.
എന്താണ് ഉബൂദിയത്ത്? അല്ലതി ഹുവ മുതാലബുൻ ബിഹാ, അവരോട് ഉബൂദിയത്തിൽ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പറ്റിയ പണിയല്ലേ ഇത് ഈ ശുഹ്റത്ത്. ഖാല ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സദഖല്ലാഹ മൻ അഹബ്ബ ശുഹ്റ. ശുഹ്റത്തിന് ആഗ്രഹിച്ച ഒരാൾക്ക് അല്ലാഹുവിനോട് സിദ്ഖ് ഉണ്ടാവില്ല. സിദ്ഖ് പോയി. വഖാല ബഅദുഹും, മഹാന്മാർ പറയുന്നു, തരീഖത്തുനാ ഹാദിഹി, നമ്മുടെ ഈ മാർഗം ലാ തസ്ലഹു ഇല്ലാ ലിഅഖ്വാമിൻ, ഒരു ഖൗമിനെ പറ്റുകയുള്ളൂ. ഏതാ ഖൗമ്? കനസത് ബി അർവാഹിഹിൽ മസാബിൽ, അവരുടെ റൂഹ് ഉപയോഗിച്ചുകൊണ്ട് കച്ചറ അടിച്ചു വരാൻ റൂഹുകളാണ്. അത്രയും ദില്ലത്ത്. മസാബിൽ ഏതാന്ന് മുനിസിപ്പാലിറ്റി കച്ചറ കൊണ്ടിടുന്നില്ലേ, അത് അടിച്ചു വരേണ്ട ചൂലെന്താന്ന് ഇവരുടെ റൂഹ് വെച്ചാൽ അതൊരു ഉപമയാണ്. റൂഹിനെ കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് കച്ചറകൾ അടിച്ചു വാരുന്ന തയ്യാറുള്ള കൗമിനെ ഇത് പറ്റുള്ളൂ. അത്രയും ഇല്ലത്ത് സഹിക്കണം. ഓരോ കലാമം കേൾക്കും. വഖാല അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി മാ സദഖല്ലാഹ അബ്ദുൻ ഇല്ലാ സർറഹു അല്ലാ യുശ്അറ ബിമകാനിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അബ്ദ് സിദ്ഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ എവിടെയുണ്ട്, അവൻ ആരാണ്, എന്താണ് എന്നൊന്നും അറിയപ്പെടാതിരിക്കാൻ അവൻ ഇഷ്ടപ്പെടാതിരിക്കൂല. അവ ഇഷ്ടപ്പെട്ടെങ്കിൽ സിദ്ഖില്ല എന്നപ്പുറം പറഞ്ഞിട്ടുണ്ട്. മക്കാനേതാന്ന് വന്നിക്കുന്നവന്റെ പദവി ഏതോ ഒരാണ്. ഇനി വഖാല റജുലുൻ ലിബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു, ഔസിനി, ഒരു വസീയത്ത്. ഫഖാല, മൂപ്പർ പറഞ്ഞു, അഹ്മിൽ ദിക്റക, നിന്റെ പ്രശസ്തി അങ്ങ് മൂടി വെച്ചേ. ഒന്ന്, വഅതിബ് മത്അമക, നീ കഴിക്കുന്ന ഭക്ഷണം തയ്യിബാക്കണം. രണ്ട്, രണ്ടേ പറഞ്ഞിട്ടുള്ളൂ, തയ്യിബായ ഭക്ഷണം കഴിക്കുക, ഹലാലും തയ്യിബ്, പ്രശസ്തി മൂടി വെക്കുക. വഖാല ബഅദുഹും റളിയല്ലാഹു അൻഹു, മാ അരിഫു റജുലൻ അഹബ്ബ അൻ യുഅറഫ. മദീപ, അറിയപ്പെടാൻ ഒരാൾ ഇഷ്ടപ്പെട്ട്, എന്നാല് ഇല്ലാഹു, അവന്റെ ദീൻ നഷ്ടപ്പെട്ടിട്ടല്ലാതെ ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. എന്നിട്ടോ അവൻ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണമാവും. വഖാല അയ്ദൻ ലാ യജിദു ഹലാവത്തൽ ആഖിറതി മൻ അഹബ്ബ അൻ യലിഫഹു നാസ്. ജനങ്ങളെല്ലാവരും എന്നെ അറിയപ്പെടണമെന്ന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആഖിറത്തിന്റെ ഹലാവത്ത് ആസ്വദിക്കൂല. وقال الفضيل رضي الله عنه പറയുന്നു, ബലഗനി അന്നല്ലാഹ അസ്സ വജല്ല യഖൂലു ഫീ ബഅദി മാ യമന്നു ബിഹി അലാ അബ്ദിഹി. അബ്ദിന്റെ മേലിൽ അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തുകളെ അല്ലാഹു തആല എണ്ണിക്കൊണ്ട് പറയുന്നത്, അലം ഉൻഇം അലൈക, ഞാൻ നിനക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നില്ലേ. അലം അസ്തുർക, നിന്റെ ഐബുകളും പോരായ്മകളും ഞാൻ മറച്ചു വെച്ചില്ലേ. രണ്ടാമത്തെ നിയമത്തിൽ അലം ഉഖ്മിൽ ദിക്റക, നിന്റെ പ്രശസ്തി ഞാൻ എന്താക്കി മൂടി വെക്കുകയും ചെയ്തില്ലേ. അത് വലിയൊരു നിയമത്തായിട്ട് അല്ലാഹു തആല. ഇനി സുമ്മ ഇന്ന തിൽകൽ അശ്യാ അർറാജിഅത ഇലാ മഹബ്ബത്തിൽ ഇസ്തിഹാരി വൽ ഇസ്തിഅലാൽ, മറ്റുള്ള ആളുകൾക്ക് വലിയ പദവി കിട്ടണം, പ്രസിദ്ധനാവണം എന്ന ആ മഹബ്ബത്തിലേക്ക് വലിച്ചെടുക്കുന്ന എന്താ, മിമ്മാ യഖ്ദഹു ഫീ ഖിലാസിൽ അബ്ദി, അബ്ദിന്റെ ഖിലാസിന് കോട്ടം വരുത്തും. അലഖ്തിലാഫ് മറാത്തിബ്, മർത്തബ എന്തായാലും നേരത്തെ 2-3 മർത്തബ പറഞ്ഞല്ലോ, ഏതിലായാലും ഇഖ്ലാസിന് കോട്ടം വരുത്തും. എന്തുകൊണ്ട്? ലിഅന്നഹു ഇമ്മാ ബിസുഖൂത്തിൻ നാസി അലൻ നദരി ഇലൈഹിം ഔ ബിസുഖൂത്തിൻ നഫ്സി അനിൻ നദരി ഇലൈഹാ. ഇങ്ങോട്ട് അത് ഇമ്മാ ബിസുഖൂത്തിൻ നാസി അനിൻ നദരി ഇലൈഹിം, ജനങ്ങളിലേക്ക് നോക്കുന്നതിന് തൊട്ടുണ്ടാക്കണം, ജനങ്ങൾ ഇവന്റെ കണ്ണിൽ നിന്ന് പോണം. ജനങ്ങളെ മേൽ ഇവന്റെ കണ്ണു പതിയാൻ പാടില്ല. ഒന്ന്, ഔ ബിസുഖൂത്തിൻ നഫ്സി അനിൻ നദരി ഇലൈഹ, അല്ലെങ്കിൽ ഒരു നഫ്സ് സാക്കിത്താവണം, നഫ്സിലേക്ക് നോക്കാൻ മാത്രമൊന്നുമില്ല. അപ്പം വലാ യസ്ബത്തു ലിൽ മുരീദി ജമീഉ ദാലിക, ഈ പറയപ്പെട്ടത് മുരീദിന് സുബൂത്താവൂല ഇല്ലാ ബിൽ ഖുമൂൽ, ഖുമൂൽ കൊണ്ടല്ലാണ്ട് അത് കിട്ടൂല. രണ്ടല്ലേ പറഞ്ഞത്, അവന്റെ നഫ്സിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും ഇവന്റെ മനസ്സിനെ കുറഞ്ഞു കാണുകയും വേണം. അതുകൊണ്ട് ഈ പദവിയിലായിട്ടില്ലെങ്കിൽ
ലം യൻഫക അനിൽ അഗ്ദാദി, ചില ഉദ്ദേശങ്ങളെ തൊട്ടൊഴിയൂല. എന്താണ്? ജനങ്ങളെല്ലാം സല്യൂട്ട് അടിക്കണം, എല്ലാവരും കൈപിടിച്ച് മുത്താൻ വരണം, എല്ലാവരും നൂലും വെള്ളുമായിട്ട് വരണം. പിന്നെ സ്റ്റേജിലാണ് ഏതാ ഫുലാന് പിന്നെ ഫുലാൻ വരുന്നോ എന്നിട്ട് ബക്ക് പറടിക്കണം, എല്ലാം 2 പടക്കാണ്ട് പൊട്ടിക്കണം. അന്ന് വിഷുവിന്റെ പടയിരിക്കുവാണ്. അല്ലത്തി തബ്അസുഹു, ആ അഗ്റാദുകൾ അവനെ പ്രേരിപ്പിക്കും. അലസ്തിമാലത്ത് ഖുലൂബിൽ ഖൽഖി, പടപ്പുകളെ ശ്രദ്ധയെല്ലാം ഇങ്ങോട്ട് പതിയണേ. അതിനെന്താ ഒരു കോലം മാറി വലിയ ഒരു പച്ച തലീക്കെട്ടെല്ലാം കെട്ടി പ്രസംഗിക്കുമ്പോ സ്റ്റേജ് മേലേക്ക് മാറിയിട്ട് പാറാസംഖ്യനോട് സലാം പറഞ്ഞിട്ട് കൈപിടിച്ച് വിളിക്കും. ഇന്നാള് നിസാമി ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരാള് ഇജവിടെ, അയാൾ ഡീസന്റ് എല്ലാം പോയി സ്റ്റേജിൽ കയറിയത് മൂപ്പറടിച്ച് പ്രസംഗിക്കുന്ന കളിപ്പറഞ്ഞ് സ്റ്റേജിൽ കയറിയിട്ട് കൈ പിടിച്ചൊരു കൊലുക്കൊരു ഇതല്ല, മൂപ്പറ തീരെ കൊണ്ടാക്കണം. ഇജവിടെ അതേ ചികിത്സ ഉള്ളൂ. എല്ലാവരും നോട്ടും ഇങ്ങോട്ടും ബാലാലം കൊലപ്പെട്ടു. അതെന്താന്ന്? ഇയാളെന്താ നഫ്സിഹി, ഇവന്റെ നഫ്സിന് ഇവൻ കാണുന്നത് അലൈഹിം ഓറ മേലിൽ മിനൽ ഹക്ക്, ഓറ വെക്കുന്ന കുറെ ഹക്ക് എനിക്ക് കിട്ടാനുണ്ട്, ഞാൻ അത്ര കാര്യപ്പെട്ട ആളാകുന്നു. ഓനെന്തുകൊണ്ട് എണീച്ചില്ല എന്നെ കണ്ടപ്പോ? അവനെന്തുകൊണ്ട് എനിക്ക് കസലാന്നില്ല? ഇതൊക്കെയാണ് ചോദ്യം. ഇവന്റെ നഫ്സെന്താക്കും? അതിലേക്ക് ക്ഷണിക്കും. ദുആൻ ഖഫിയൻ, അത് പുറത്തൊച്ചൊന്നും കേൾക്കൂല, നിദാൻ ഖഫിയ, ഉള്ളില. അപ്പൊ ഫയൻസബിഹു അമലുഹു, അവന്റെ ചെയ്യുന്ന അമലുകൾക്കെല്ലാം പെയിന്റ് അടിച്ചിട്ടുണ്ടാകും. ദിയാന്റെ പെയിന്റ് അടിച്ചിട്ടുണ്ടാവും. ഇൻസിബാഗൻ, അത് പെയിന്റൊക്കെ വന്നോളൂ, നിങ്ങൾ ബ്രഷും കൊടുക്കേറ്റൊന്നും പോണ്ട. അത് അങ്ങോട്ട് വരും. എങ്ങനെ? ലാ യതഫത്തനു ലഹു, അത് ഇവനെ തിരിഞ്ഞിട്ടുണ്ടാവൂല. ചെയ്യുന്ന അമലെല്ലാം അത് മൂപ്പർ പറയും. എന്ന് മൂപ്പർ ഹിക്മയിൽ പറയും. കാണാൻ ജനങ്ങളൊന്നും ഇല്ലെങ്കിലും നിന്റെ അമൽ എന്താകും? സ്വയം ദിയാ വന്നു ചേരും. ആളില്ലാത്ത സ്ഥലത്തൊന്നും എന്താക്കും? ദിയാന്റെ പെയിന്റിങ്ങിന് അടിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉള്ള സ്ഥലത്ത് എന്തായിരിക്കും? ഖുമൂൽ എന്ന വസ്ഫ് കൊണ്ട് നീ തഹഖുഖാകുന്നത്രയുണ്ടോ? ഇഖ്ലാസിന്റെ മഖാമ് നീക്ക് തഹഖുഖാകും അല്ലേ? എന്നിട്ട് നിന്റെ ഇഖ്ലാസിനെ പോലും നീ കാണൂല. ഇഖ്ലാസ് ഉണ്ട്, ആ ഇഖ്ലാസ് ഉള്ള ഒരാളാണ് എന്നും കൂടി കാണുന്നില്ല. നിങ്ങൾ ലേശം തിരിഞ്ഞ് നോക്കി ലേറ്റ് കിട്ടും. ഞാൻ ഇഖ്ലാസുള്ള ആളെന്ന് കാണുന്നില്ല. ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങളെ കൊണ്ട് നിനക്ക് മനസ്സിലായി ഇഫ്ലാസു ജമീഇന്നാസ്, ഭൂരിപക്ഷം ആളുകളും മുഫ്ലിസീങ്ങളാണ്. ഇല്ലാ മൻ റഹിമല്ലാഹ്, അല്ലാഹു തആല കാരണം ചെയ്ത ചുരുക്കത്തിൽ ഒഴികെ ബാക്കിയെല്ലാം കാര്യം പോക്കാം. സ്റ്റേജുകളും പ്രസംഗങ്ങളും ആളുകൂടലും എല്ലാം നോക്കി. അവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇഖ്ലാസാക്കുക എന്നുള്ളത് നഫ്സിന് വളരെ പ്രയാസകരമായ കാര്യമാണ് എന്നും നിനക്ക് മനസ്സിലായി. തിരുതാ പറയുന്നത്. മറ്റൊന്ന് ലോകത്ത് കിട്ടാത്ത ഏറ്റവും അത്യപൂർവമായ സാധനമാണ് ഇഖ്ലാസ് എന്നും മനസ്സിലായി. وقيل لسهل بن عبد الله رضي الله عنه أي شيء أشد على النفس, നഫ്സിന് ഏറ്റവും പ്രയാസകരമായ വസ്തു എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഖാല അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞു. എന്താണ് ഇഖ്ലാസ് ആക്കിയ ഇതിന് ഒരു ചുക്കും കിട്ടൂല നഫ്സിന്. അതാ എന്തുകൊണ്ടാണ്? ലിഅന്നഹാ ലൈസ ലഹാ ഫീഹി നസീബുൻ, ഇഖ്ലാസ് ആക്കിയാൽ നഫ്സിന്റെ നസീബെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് കൂട്ടാക്കൂലെന്ന്. വഖാല യൂസുഫ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അഅസ്സു ശൈഇൻ ഫി ദുനിയൽ ഇഖ്ലാസ്,
ദുന്യാവില് അത്യപൂർവമായി കിട്ടാത്തൊരു കനിയുണ്ടല്ലോ, അത് ഇഖ്ലാസ്. വകം അജ്തഹിദു ഫി ഇസ്ഖാത്തി ദിയാഇ അൻ ഖൽബി, എന്റെ കൽബിനെ തൊട്ട് റിയാ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എത്രയോ പാടുപെട്ടു. ഫകഅന്നഹു യംബതു ഫീഹി, പക്ഷേ അത് പോകുന്നില്ല, അത് മറ്റൊരു രൂപത്തിലായിക്കൊണ്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉരുണ്ട് കളിക്കും. അതാ അലാ ലൗലിനാഖർ ഖാല ശൈഖ് അബൂ ത്വാലിബ് മക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ ഇഖ്ലാസു ഇൻദൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളുടെ അടുക്കൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്റാജുൽ ഖൽഖി അൻ മുആമലത്തിൽ ഖാലിഖ് എന്നാണ്. ഖാലിഖുമായുള്ള ഇടപാടിന്റെ നിസ്കാരം, നോമ്പ്, അങ്ങനെ തുടങ്ങിയ ആ വിഷയത്തിൽ ഖൽഖിന്റെ പങ്കിലെടുക്കലാണ്. അവർ അതിനെ ഒഴിവാക്കി ഖാലി അല്ലേ? ആ ഖൽഖിൽപ്പെട്ട ഇവന്റെ വീടിന്റെ നഫ്സു. അപ്പോ അവ്വലുൽ ഖൽഖാനാണ് നഫ്സു. വൽ ഇഖ്ലാസു ഇൻദൽ മുഹിബ്ബിൻ, അതാ മൂന്ന് വഖാവറിലത്തെ മുഹിബ്ബിങ്ങൾക്ക് ഇഖ്ലാസ് അല്ലാ യഅമല അമലൻ ലിഅജലിൻ നഫ്സി, നഫ്സിന്റെ കാരണം പറഞ്ഞുകൊണ്ടിട്ട് ഒരമൽ ചെയ്യാതിരിക്കുക. വഇല്ല, അങ്ങനെ ചെയ്താൽ ദഖല അലൈഹി മുതാബഖത്തുൽ ഇവളി, നഫ്സിന് പ്രതിഫലം, തിരിച്ചൊരു പ്രതിഫലം ഉണ്ടല്ലോ, അത് ഞാൻ അമൽ ചെയ്യാം, ഇതിന് പ്രതിഫലമായി നഫ്സിനെ കിട്ടണ്ടേ. ഇനി പ്രകൃതിയുടെ ഒരു ഹല്ലിലേക്ക് എത്തി നോട്ടുണ്ടാകും. ഓരോ മറാത്തിബുണ്ടെന്ന്. മുവഹ്ഹിദീങ്ങളുടെ അടുക്കലുള്ള ഇഖ്ലാസ് എന്നുള്ളത് ഖുറൂജുൽ ഖൽഖി അനിൻ നദരി ഇലൈഹിം ഫിൽ അഫ്ആൽ, എന്ത് പ്രവർത്തനങ്ങളിലും പടപ്പുകൾ നോക്കുമല്ലോ എന്ന ആ നോട്ടം ഒഴിവാക്കുക. ഇവിടെ പടപ്പേ ഇല്ല. അതല്ല ഹത്തായറാനാസംബിബിലിമുസ്തിലാന്ന് പറഞ്ഞില്ലേ? ആ കിടക്കുന്നത് ഒരു പശുവാണ്. ആ പശു കാണിട്ട് എന്റെ നിക്കായത്തിന്റെ ഖുശൂഉം ഖുളൂഉം ആരെങ്കിലും വിചാരിക്കാറുണ്ട്. അതുപോലെ വല്ല അഹ്വാലുകളും വന്നാല് അത് അവരിലേക്ക് ഇസ്റാഹത്ത് ഉണ്ടാകാൻ പാടില്ല. അവർ അതിനെ പുകഴ്ത്തലോ അവർ അതിനെ തുടർന്ന് ആദരിക്കലോ, ഞാനൊരു സാഹിദില്ല ഓറൊന്നും തന്നെ ആദരിക്കാത്തേ, ഓറെന്താ എനിക്ക് കൈമുടക്കം തരാത്തേ, എന്താന്ന് എനിക്ക് ദ്വാരക്കാരനെ ക്ഷണിക്കാത്തേ, ഓരോ അവകാശങ്ങളാണ് ഇവൻ ആളായ വകയിൽ. അവന്റെ സ്വന്തം നഫ്സിനെന്താക്കി മൂടി വെച്ച് അതിനെന്താക്കണം ലാസിമാക്കിയിട്ട് വൽ മദില്ലത, എന്ത് നിസ്സാരതയെയും അതും കുറെ കാലം തുടർന്നു പോകണം. അത് അവന്റെ ഒരു പ്രകൃതിയായി മാറണം, ഒരു തക്കല്ലുഫില്ലാതെ. ഞാൻ വളരെ നിസ്സാരനായി പോയല്ലോ, എനിക്കൊരു ബഹുമാനം കിട്ടിയില്ലല്ലോ എന്നുള്ളതിന് ഒരു ദുഃഖം അവനിൽ ഉടലെടുക്കാൻ പാടില്ല. ആ പോയിട്ട് അവിടെ കസേര കിട്ടില്ല, ആക്കിയില്ല, എങ്ങനെ ആക്കിയില്ല. വലാലി മദല്ലത്തി തുഅമൻ, അതുപോലെ അവന്റെ ദില്ലത്തിന് ഒരു ദില്ലത്ത് ആസ്വദിച്ചല്ലോ എന്നുള്ള ഒരു രുചി. ഇതിൻ അങ്ങനെ വന്നാലാണ് അവന്റെ നഫ്സ് തസ്കിയത്ത് കിട്ടല്. ഇഖ്ലാസിന്റെ നൂറ് കൊണ്ട് അവന്റെ കൽബ് പ്രകാശിക്കലും ഖുസൂസിയ്യത്തിന്റെ ഉന്നതമായ പദവി റബ്ബിന്റെ വക്കൽ നിന്ന് കരസ്ഥമാകലും അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ. യഥാർത്ഥത്തിലുള്ള മഹബത്തിൽ നിന്ന് വലിയ ഒരു ഓഹരി അവന് കരസ്ഥമാക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ദലീലായി പോവല്ലോ, അങ്ങനെ ആയി പോവല്ലോ, അതൊരു പ്രശ്നമല്ല. قال الشيخ أبو طالب مكي قتل ومتذل في نفسه അവന്റെ في نفسه തന്നെ ദലീലായി وطلع عند نفسه അവന്റെ നഫ്സിൽ അവൻ ഏറ്റവും താഴ്ന്നവനായാൽ فلم يجد لمذلته طمعا ولا لذعته حسا, അതിനെപ്പറ്റിയിട്ട് ഓനിക്ക് ഒരു കൂസലുമില്ല, ഇങ്ങനൊന്ന് വന്നിട്ടുണ്ട് എന്നുള്ള. അപ്പൊ ഫഖദ് സാറ ദുല്ലു വത്തവാദു കൗനുഹു എന്ന് വെച്ചാലോ അവൻ തന്നെ ദുല്ല് തവാദു എന്നാളായി മാറി.
പഞ്ചസാര ഇട്ടിട്ട് എന്താക്കും, മധുരം ഇട്ട സാധനം മധുരം ഉള്ളതല്ലേ, പഞ്ചസാര കുറെ ഇട്ടട്ടെ, അത് തന്നെ അതിനുള്ള മധുരയില്ലേ. അപ്പൊ ഇമ്മനുഷ്യൻ തന്നെ എന്താക്കി തവാദുവിന്റെ അയിനായിട്ട് മാറി. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തി പടപ്പുകളെ വെക്കുന്ന ആക്ഷേപം വന്നാല് ഒരു വെറുപ്പ് ഓർക്കില്ല. ഇന്നലെ അമ്മ കേട്ടില്ലേ ഇബ്രാഹിം അതാ പറഞ്ഞത്, ഇന്നലെ വണ്ടിയിൽ വരുമ്പം വെളിയം കൊണ്ടു വരുമ്പം കേട്ടിട്ടില്ല. അപ്പൊ യാ ഫാസിഖോ യാ ഫാജിർ എന്ന് വിളിച്ചപ്പോ എനിക്ക് അർഹമായ പേര് നീ വിളിച്ച് എനിക്ക് സമ്മാനം കൊടുത്തു. എനിക്ക് എനിക്ക് ലൈബുകളെല്ലാം നീ പറഞ്ഞ അന്ന് പിടി എന്തെങ്കിലും എന്റെ പകർന്ന് കിട്ടണ്ടേ. അപ്പൊ ദമ്മ് ആക്ഷേപിച്ചാൽ ആക്ഷേപിക്കണം. കാരണം ജനങ്ങൾ നേര് പറഞ്ഞു എന്നാ പറയുന്നത്. എന്തുകൊണ്ട് അതുകൊണ്ട് ഉണ്ടല്ലോ. അതാ അവന്റെ നഫ്സിൽ തന്നെ അവൻ നഫ്സ് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. വലാ യുഹിബ്ബുൽ മദ്ഹ മിൻഹു, മദ്ഹം ഇഷ്ടപ്പെടൂല. എന്തുകൊണ്ട് എന്തിനാ മദ്ഹ് ചെയ്യാൻ ഒരു അർഹതയുടെ വേണ്ടേ? ഒന്നും കാണുന്നില്ല. അവനോട് പിരിഞ്ഞു പോവാത്ത ഒരു സിഫത്തായി മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയും കച്ചറയും മറ്റേ കക്കൂസെല്ലാം വൃത്തിയാക്കുന്ന ഒരു കൂട്ടരുണ്ടാവുമല്ലോ, ഓർക്ക് അതൊരു നല്ല ജോലിയായിട്ട് കണക്കാക്കിയിട്ട് ഓറ് ചെയ്യും. ഓർക്ക് പോകുന്ന നാണക്കേടോ അല്ല ഞാനിങ്ങനത്തെ ഒരാളായി പോയോ എന്നൊന്നും ഓർക്ക് അതൊരു ജോലിയായിട്ട് ഓരെന്താ നിർബന്ധിക്കും. ആളടിയിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഒന്നും തലതാക്കലോ എന്റെ ജോലി ഇങ്ങനെ ആയിപ്പോയല്ലോ ഒന്നുമില്ല. അതുപോലെ വൽഗല കസാഹത്തുൽ കസായ അടിച്ചു വാരുന്നാലുണ്ടാവും ടൗണല്ലോ കച്ചറ നീക്കുന്ന ആള്, ഓർക്കുണ്ടല്ലോ അഭിമാന പ്രശ്നം, അതിന് സിഫത്തായി മാറി. അത് ചെയ്ത് ശരിയില്ലാത്താക്ക് മുറ്റം അടിച്ചു വരാൻ പോലെ ഒഴുകൂല, സ്വന്തം മുറ്റം. അതാ വഹുമാസൻ അത്താനി, അത് രണ്ടൊരു തൊഴിലാണ്. ലഹു അവന് കസാരിസനായി, മറ്റുള്ള തൊഴിലാണ് വേറൊരു തൊഴിലുണ്ട്. അതുപോലെ തന്നെ തൊഴിലും പിന്നെ തൊഴിൽ. മാത്രമല്ല അതുകൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യും. പണിയിൽ വലിയ സാമർഥ്യം ഉണ്ടെന്നുള്ളത്. എന്താ അല്ലേ അതും അവരെ നഫ്സിലേക്കോ ഈ തോടി പണി താണതാണ് എന്നുള്ള നെക്സ് ഉണ്ടല്ലോ, അത് നോക്കുന്നില്ല. ഇങ്ങനെയുള്ള പദവി വിലായത്തുൻ അദീമ, റബ്ബിന്റെ ഒരു വിലായത്താണ്. മിർ റബ്ബിഹി സുബ്ഹാനഹു വ തആല. ഖദ് വല്ലാഹു അലാ നഫ്സിഹി വമല്ലകഹു അലൈഹാ ഫഖഹറഹാ ബിഇസ്സിഹി. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി മൗലയാക്കി മാറ്റി നഫ്സിന്റെ മേലിൽ. എന്നിട്ടോ അല്ലാഹു മാലിക്കാവട്ടെ. അപ്പോൾ അല്ലാഹു തആല എന്താക്കും, അവനെ ഇസ്സോണ്ട് കയറി മഹാദാ മഖാമുൻ മഹ്മൂദുൻ മഹ്ബൂബ്. അത് മഹബൂബ്, ഇത് സുത്യർഹമായ ഒരു പദവിയാണ് ഈ തവാദു. ഇനി വബഅദഹു മഖാമുൽ മുകാശഫാതി ബി അസ്റാറിൽ ഗുയൂബ്, അതിന്റെ അപ്പുറമാണ് ഗൈബിയായ അസ്റാറുകളെ കൊണ്ട് മുകാശഫാത്ത് എന്ന് കിട്ടുക. ثم قال അബൂ താലിബ് മക്കി പറയുന്നു, വമൻ കാന ഹാലുഹു മഅല്ലാഹി, അള്ളാഹിനോടൊപ്പം ഒരാളെ ഹാല് ദുല്ല് എന്ന ഹാലാണെങ്കിൽ തലബഹു, അത് അള്ളാഹിനോട് ചോദിച്ചോ, എനിക്ക് ദുല്ല് തരണേ പഠിച്ചോനെ. വസ്തഹ്ലാഹു, നല്ല മധുരമുള്ള സാധനാണ് എന്നും അയാൾ പറഞ്ഞു. എന്തൊരു മധുരാന്നതിന്. ഇതുപോലെ കമാ യത്ലുബുൽ മുസ്തക്ബിറു, കിബ്ർ കാട്ടുന്ന ഒരാൾ തേടാറില്ലേ ഇതിന് അൽ ഇസ്സ, ഓനിക്ക് ആഴപ്പായാൽ ഇസ്സ് കിട്ടണമെന്ന് ഇല്ലേ. അത് കിട്ടിയെങ്കിൽ അതിനേക്കാണ് മധുരമുള്ളൊരു സാധനം ആ മുസ്തക്ബിറിനോട് അടുക്കൽ വേറില്ല. അപ്പൊ നമ്മള് തവാദുവിന്റെ പറയുന്നത് ദുല്ല് അവൻ അല്പം പിരിഞ്ഞു പോയാൽ തഗയ്യറ ഖൽബുഹു, അവന്റെ കൽബിനാകെ ബേജാറാണ്. ഹാലി, അവന്റെ ഹാല് നഷ്ടപ്പെട്ടല്ലോ. ഏതുപോലെ കമാ അന്നൽ മുതഅസ്സിസ ഇദാ ഫാറഖൽ ഇസ്സ സഅതൻ, കിബ്ർ കാട്ടുന്ന ഒരാൾക്ക് ഇസ്സ് നഷ്ടപ്പെട്ട പിന്നെ ഓനെ പറയണ തഖദ്ദറ അലൈഹി ഐശുഹു, ജീവിതം തന്നെ കുടുങ്ങി എന്നതുപോലെ നേരെ തിരിച്ചു.
എന്താ കാരണം? അന്നദാലിക ഹയാത്തു നഫ്സി, ഇവനിക്ക് ഭയങ്കരെല്ലാം പോയിട്ട് ഇസ്ത് കിട്ടലാന്ന് പറഞ്ഞ ഹയാത്ത്. ഒരു മുരീദിന് എന്താക്കണം? അവന്റെ ജാഹ് ഒഴിവാക്കുക, അവന്റെ പ്രശസ്തി മൂടി വെക്കുക. പ്രസിദ്ധനാകുമെന്ന് തോന്നുന്ന മൗലയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊള്ളുക. കക്കുടിപ്പുറത്ത് പറ, ഏത് സ്റ്റേജിൽ കെട്ടാൻ ആരെ ശ്രമിച്ചാലും മൂപ്പറൊരു മജലിസിൽ ദ്വാരക്കുകയോ സ്റ്റേജ് കയറുകയോ ഒന്നും ചെയ്യില്ല. അതിനെ പറ്റിയ ആള് ഞാനല്ല, ആദ്യം വേറെ ആളാണ്. ഇശാഞ്ഞപാടെന്നൊക്കെ തവാറൊക്കെ വന്നിട്ട് ഒരൊറ്റ ഉറപ്പ് 12 മണി വരെ ചിലപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ നേരം വിളിപ്പിക്കും. സ്റ്റേജ് കയറി നടക്കുമോ? ആരെന്ത് ശ്രമിച്ചാലും. ഇതിനല്ലേ ഒരു തരീക്കത്തുകാര് പത്രത്തിൽ കൊടുത്ത് കക്കടിപ്പുറത്തോറ് ക്ഷമ പങ്കെടുക്കുന്നത് പരസ്യം ചെയ്തപ്പോ ലോകാത്ഭുതങ്ങളിൽ എണ്ണിയിലുണ്ട്. അതിനൊരു മഹാനായൊരു സംഗീതം പത്രത്തിൽ കൊടുത്തു. അതൊക്കെ പൊരി തല്ലും കിട്ടി. അതാ അവരെന്താക്കുന്നറിയോ? മുബാഹായ ചില കാര്യം കൈകാര്യം ചെയ്യും. അതാ അപ്പൊ ജനങ്ങളെ കൽബിൽ നിന്ന് എന്താക്കും? താണാളാക്കി കളയും. മുബാഹയെ ചെയ്യൂ. ഒരു സാഹി എന്ന് പറഞ്ഞാൽ ഈ സാഹിദായി കഴിഞ്ഞു കൂടുന്ന ഒരാളെ കിസ്സ. അപ്പൊ അങ്ങനെ ഒരാൾ കഴിഞ്ഞു കൂടുന്നുണ്ടെന്ന് അയാളെ പറ്റിയിട്ട് അക്കാലത്തുള്ള രാജാവ് അറിഞ്ഞു. രാജാവ് എന്താക്കി? പരിവാര സമേതം കുറെ പട്ടാളവും കുതിരയും ആയിരക്കണക്കിന് ആളിലും കൂട്ടിട്ട് മൂപ്പറ വർക്കത്തെടുക്കാൻ വേണ്ടിട്ട് പുറപ്പെട്ടു. രാജാവ് വന്ന് ഫലമ്മ അലിമ ബിദാലിക, രാജാവ് വരുന്നുണ്ട് ആരറിഞ്ഞ സായിഹർ മൂപ്പർ എന്താക്കി? ഇഷ്ടത്ത് ആ ബക്കലൻ കുറെ പച്ചക്കറിയും നമ്മള് ബക്കലില്ലല്ലോ, എന്താ പറയാ, വെജിറ്റബിൾ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞിട്ട് അഖിലനായി ഇപ്പൊ കിട്ടിച്ചു ഭാരി തുന്നു തന്നെ. ഇതാ രാജാവാണ്. ഇയാളാ ദാഹിദ്, ഇയാൾ തീറ്റി കണ്ട, ഇയാൾ തീറ്റിപ്പിരാന്തനാന്ന്, ഇയാള് ഷെയ്ഖ, ഞാൻ മടങ്ങിപ്പോയി. നിന്നെ തൊട്ട് അള്ളാ എന്നെ അഭ്യത്താക്കി. രാജാവ് കാണുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഈ ഹാലത്തിലാണ് രാജാവ് മൂപ്പറ കണ്ടപ്പോ ഇസ്തഹഖറഹു, ഇയാള് ഒന്നിനും കൊള്ളാത്തവരാണ്. വസ്തസ്ഗറഹു, ആള് പറഞ്ഞ പോലെ ഒരു സാഹിദൊന്നുമല്ല. വൻസറഫ അൻഹു ദാമല്ലഹു, മൂപ്പറ കുറെ വിമർശിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി. ഈ കിസ്സ തന്നെ വീണ്ടും ആവർത്തിക്കും. ഇവിടെ എന്നിട്ട് മറ്റൊരു വരുന്നുണ്ടല്ലോ, അവിടെ ഈ ഇതുപോലത്തെ കിസ്സ ഇനിയും ആവർത്തിക്കും. ഇനി വളരെ കവിഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ജാഹ് എന്ന രോഗം ചികിത്സിക്കാൻ വേണ്ടി അല്ലദീ അലിക ബിൽ ഖുലൂബ്, എല്ലാ കൽബിലും ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു ആഗ്രഹമാണ് എന്ത്? ജാഹ്. അത്തസ്തഅമലു ഫീ ദാലിക അശിയാഅ മുൻകറതൻ ഫീ ളാഹിരി ശർഇ, ളാഹിറു ശർഇലെ ചിലപ്പോൾ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നവർ. വറഔ ദാലിക ജായിസൻ, അത് ജായിസ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ചിലപ്പോ മുരീദന്മാരോട് കൽപ്പിക്കുകയും ചെയ്യും, സ്വയം ചെയ്യുന്നു മാത്രല്ല. ഇയാളെന്താക്കി? ജനങ്ങളൊക്കെ പോകുന്ന ഹമാം ഉണ്ടല്ലോ, ബാത്റൂം, അവിടെ കയറിയിട്ട് അവിടെ ജനങ്ങൾ കുളിക്കാൻ വേണ്ടി അയച്ചു വെച്ചതെല്ലാം ഭാര്യ എടുത്തിട്ട് ഇയാൾ അണിഞ്ഞു. തഹത്ത സിയാബിഹി, ഇയാളെ വസ്ത്രത്തിന്റെ അടിയിൽ ബിഹൈസു തദ്ഹറു, അത് ആക്കെ കാണുകയും ചെയ്യും. വമശാവിദാലിക മുത്തഹയ്യിർ, അങ്ങനെ അവിടുന്ന് ഒരു ബേജാറ് പിടിച്ചാളെ നടന്നു. അപ്പൊ ഇവിടുന്ന് തുണിക്കുപ്പായം കാണാണ്ട് പരതുന്നുണ്ടാവും. അതോ കള്ളം വന്നു പോന്ന പിടിച്ചു. അപ്പൊ ഇയാളാരായി? ജനങ്ങളുടെ ഇടയിൽ കള്ളനായി.
അങ്ങനെ എവിടെ ഒളിച്ച പിന്നെ പിടിച്ചില്ലല്ലോ. ഇയാൾ കള്ളനാണെന്ന് തന്നെ ചെയ്യപ്പെട്ട് ഫലം മറാഹുന്നാസു, ജനങ്ങൾ ഇത് കണ്ടപ്പോൾ പിടിച്ചിട്ട് നല്ലോണം കൊടുത്തു, അടിയെ അവർ എടുത്ത വസ്ത്രമെല്ലാം തിരിച്ചു വന്നു. അവസാന കള്ളൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കക്കൂസല കള്ളൻ എന്ന പേരായി മാറി. കൽബു, അപ്പോഴാണ് എന്താ ആ കൽബിന്റെ ജാഹ് പോയിട്ട് കൽബിന് തിരിച്ചു കിട്ടിയെന്നവർ. ഒരു കിസ്സ ഉണ്ടങ്ങനെ, വലിയൊരു മുസ്ലിയാർ വന്നു, എനിക്ക് നിങ്ങളുടെ മുരീദാകണോ അങ്ങനെ ആദ്യമായിട്ട് മട്ടിയടിക്കുന്നു, പിന്നെ ആ താടിയങ്ങ് പഠിക്കുന്നു. പോറ്റി കൊടുത്ത താടി പഠിക്കാനാ, തലയ്ക്ക് ടയിക്കാൻ എന്തെങ്കിലും പറയും. എന്നിട്ടോ പോരാ, ബദത്തിന്റെ ഒരു കൊട്ട കെട്ടി തൂക്കുക. എന്നിട്ടോ സ്കൂളും മുറ്റത്തെല്ലാം പോയിട്ട് മൊത്തിക്ക് തല്ലേ എന്നൊക്കെ പദം കൊടുക്കാൻ തീരുമാനിക്കും. അപ്പൊ കുട്ടികൾ എന്താക്കും, പദം കിട്ടാൻ വേണ്ടിട്ട് നല്ല കൊടുക്കും. അതായത് പിടിച്ചോ. ജനങ്ങൾ കൂടുന്ന സ്ഥലത്തും സ്കൂളിന്റെ മുറ്റത്തും അടെല്ലാം പറ്റി അടിക്കുന്ന ആൾക്ക് എന്താക്കുക, പദം കൊടുക്കുക. വൽ ഹിക്കായത്താനി മശഹൂറത്താനി, ഈ രണ്ട് കിസ്സയും വളരെ പ്രസിദ്ധമാണ്. ദക്കറഹുൽ ഇമാമു സയ്യിദുനാ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വഗൈറുഹും പറഞ്ഞിട്ടുണ്ട്. വഖാല ബഅദുൽ മുസന്നിഫീന, മുസന്നിഫീങ്ങൾ പറയുകയാണ്, ഈ ശറഇൽ വിരോധിക്കപ്പെട്ട ചില കാര്യം അത് പറയുന്നത് എന്താണെന്നറിയോ? എന്താണ്? ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോ തൊണ്ടയിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് കുടുങ്ങി അവസാനം എന്തായി, മരിക്കുന്ന വക്കത്തു. അന്നേരം വേറെ പാനീയം കിട്ടുന്നില്ലെങ്കിൽ കള്ള് കുടിച്ചിട്ട് എന്താക്കണം, ഇറക്കണം എന്നില്ല അതിന് ശറേ അങ്ങനെ ഇവിടെ ചെയ്തു. ഏത് ഈ കള്ള് കുടിക്കല് ആർക്കും അനിഷേധ്യമായ ഹറാമാണല്ലോ. അപ്പം അഥവാ കുടിക്കാണ്ട് വെച്ചാല് ആകെ തൊണ്ടയിൽ കെട്ടിയും മരിക്കലല്ലേ, ഈ ഭൗതികമായ ഹജാത്തെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഔലാ ഖിയാസ് പറയുന്നത് ഇത് ഈ വസ്ത്രം കക്കല് പോലത്തത് തഅയ്യുനായാൽ ഇവിടെ ഔലയാണെന്നാ പറഞ്ഞത്, ഔലാ ഖിയാസ്. അതുകൊണ്ട് ഇതുകൊണ്ടെന്താണ് ഇത് ബാക്കിയായ പാരത്രികമായ ഹയാത്ത് നഷ്ടപ്പെടുന്നതാണ് ഇവിടെ കാരണം. ഔലയാന്ന വൽ ഖുർബ മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർബും ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. വിഷയത്തിലേക്ക് കിടക്കാം. ദിയാദകളിൽ നിന്ന് ഇത്തരത്തിലുള്ള തെരീക്ക് സ്വീകരിച്ചാൽ അവന്റെ നഫ്സ് മരിക്കും, ഖൽബ് ഹയാത്താവുകയും ചെയ്യും. നഫ്സ് എത്രത്തോളം മരിക്കുന്നപ്പം ഖൽബ് ഹയാത്താവും. റബ്ബിന്റെ ഹദ്റത്തിലേക്ക് അടുക്കും. അവന്റെ പഴം നല്ല പഴുത്ത ഭാഗമായിട്ട് പറിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ ഈമാനിന്റെ അഖ്ലാഖാണ്. അല്ലത്തി തകയ്യഫത ബിഹാ നഫ്സുഹു, അവന്റെ നഫ്സ് എന്താക്കി, അതുകൊണ്ട് മുത്തകയ്യിഫായി. മുത്തകയ്യിഫ് നഫ്സിനുമായി അലിഞ്ഞു ചേർന്നിട്ട്. തക്കയ്യഫ് എന്നുകൊണ്ട് സാധനം ഉണ്ടല്ല. തക്കയ്യഫ് എന്ന് പറഞ്ഞാല് ഒരു സാധനം അടുപ്പത്ത് വെച്ചപ്പോ ഈ വെച്ച ലോഹപാത്രം എന്താവും, ചൂടാ. അപ്പൊ ചൂട് കൊണ്ട് മുത്തക്കയ്യഫായി, ചൂടിന് പകർന്നു. ഇതുപോലെ ഈമാനിന്റെ അഖ്ലാഖുള്ളത് പിന്നെ കൽബ് മുത്തക്കയ്യിഫായി മാറുകയാണ്. പക്ഷെ ദുല്ല് വന്നാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മസാറത്ത് കസിഫാത്തിൻ ദാത്തിയത്തില്ലഹു, അതുകൊണ്ട് മുത്തകയ്യിഫായ ദാത്തിയ സിഫത്ത് പോലെ പുറത്തുനിന്ന് കിട്ടിയതല്ല. വഹിയ നതീജത്തുൽ ഹിക്മ, അത് ഹിക്മത്തിന്റെ ഫലമാണ്. അല്ലത്തി അംബതഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹിൽ മുതവാദിഈൻ,
തവാദു കാട്ടുന്ന അടിമകൾക്കിടെ കൽബിൽ അല്ലാഹു തആല മുളപ്പിച്ച ഹിക്മത്തിന്റെ ഫലമാണ് കണ്ടത്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാന്നല്ലേ. ഖാല ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സഹാബിമാരോട്, അയിന തംബുത്തുൽ ഹബ്ബ, എവിടെയാണ് വിത്ത് മുളക്കാറുള്ളത്? ഖാലൂ ഫിൽ അർളി, ഭൂമിയിൽ. ഫഖാല ഈസ അലൈഹിസ്സലാം പറഞ്ഞു, കദാലിക്കൽ ഹിക്മതു ലാ തംബുതു ഇല്ലാ ഫീ ഖൽബി മിൻ മിസ്ലിൽ അർള്. ഭൂമി പോലോത്ത, ഭൂമിയോട് ആദ്യം കൽബിന് ഒപ്പിച്ചു, ഭൂമി പോലോത്ത കൽബായിരിക്കുണ്ടോ? ഭൂമിയിൽ എന്താ ഉള്ളത്? അതിനെ കുത്തിയാലും ചവിട്ടിയാലും കളച്ചാലും ബസ് ഓടിച്ചാലും വണ്ടി ഓടിച്ചാലും ഭൂമിക്കൊരു പ്രതികരണമില്ല. ആ ഭൂമിയുടെ സ്വഭാവം മാത്രമല്ല, ചിലപ്പോ അങ്ങ് നല്ല ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കില്ല. കിളക്കും തോറും നല്ല പദം പതിപ്പ് എല്ലാ കാശവും ചാണകവും കച്ചറയും കൊണ്ടുപോയിട്ട് ഭൂമിയുടെ അടുത്ത ഇട്ടോടി കൽമി മസീദിനെ. അതുപോലത്തെ കൽബിലെ ഹിക്മത്ത് മുളക്കുള്ളൂ. അതായത് ഈസാ അലൈഹിസ്സലാമിന്റെ കലാമാടത്തിടുന്നു. അപ്പൊ അത് വേർതിരിക്കാൻ മുസന്നിഫ് പറയുന്നത്, വഖദ് വറദ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മദീഹിൽ ഖുമൂലി വദമ്മി ശുഹറ. ശുഹറത്ത് ആക്ഷേപകരമാണെന്നും ഖുമൂല് വളരെ മദ്ഹ് ചെയ്യണമെന്നും അഹാദീസു കസീറ, ധാരാളം ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന്, മിൻഹാ മാ റവാ അബൂ ഉമാമത റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല യഖൂലു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന അഗ്ബത ഔലിയാഇ ഇൻദി, എന്റെ ഔലിയാക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദവിയുടേവരാരാണ്? ലാ മുഅ്മിൻ, ഒരു മുഅ്മിനാണ്. ആ മുഅ്മിൻ ആരായിരിക്കണം? ഖഫീഫുൽ ഹാദി. എന്നിട്ടാലോ അയാൾക്ക് പരയിലുള്ള ഫർണിച്ചറോ മേശയും കസേരയും എല്ലാം ഖഫീഫ്, ഒന്നും അത്യാവശ്യത്തെ എന്തെങ്കിലും ചെറിയ പാത്രം വന്നിട്ടുണ്ടാവും. ഫർണിച്ചർ ഉണ്ടെങ്കിൽ കിടന്ന് വറക്കലൊന്നുമില്ല, ചമയ്ക്കൽ. അതുപോലെ നമസ്കാരത്തിൽ നിന്ന് വലിയ ഹന്തുടേവർ, അപ്പൊ ധാരാളം നമസ്കാരമുണ്ട്. അഹ്സന ഇബാദത്തി റബ്ബിഹി, റബ്ബിന്റെ ഇബാദത്ത് നല്ല ഹസനായിട്ട് ചെയ്യും. വതഅഹു ഫി സിർരി, രഹസ്യത്തിൽ അല്ലാഹുവിനെ വെളിപ്പെടും. അതിനെ പറയുന്നത് പരസ്യത്തിൽ വെളിപ്പെടുന്ന ആളാകാൻ എളുപ്പമുണ്ട്, ചമഞ്ഞാ മതി. രഹസ്യത്തിൽ അല്ലാഹുവിനെ വെളിപ്പെടുന്ന ആളാകാൻ കുറച്ച് പ്രയാസം. വകാന ഗാമിദൻ ഫിന്നാസ്, കണ്ട ജനങ്ങളിൽ അയാള് ആരുടെ ശ്രദ്ധയും പതിയാതെ മൂടിക്കഴിയുകയാണ്. ലാ യുഷാറു ഇലൈഹി ബില്ലസ, അതപ്പോ പുറതാ പോകുന്നത് വിരലോണ്ട് ആരും ചൂണ്ടി പറയൂല. വകാന റിസ്ഖുഹു കഫാഫൻ, റിസ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനുള്ളത് മാത്രം, അമിതമായിട്ടൊന്നുമില്ല. ഫസ്വബറ അലാ ദാലിക, അങ്ങനെ സബൂർ ചെയ്ത് കഴിഞ്ഞു കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാള് പോയി. കണ്ടുപോയാ അയാളങ്ങനെ ലോകത്തുനിന്ന് വിട്ടു പിരിഞ്ഞു. ഇങ്ങനത്തെ ആളാണ്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഉജ്ജലത്ത് മനിയത്തു, അയാൾ വേഗം മരിച്ചുപോയി. കല്ലത്ത് ബബാഖീഹി, മരിച്ച വകയിൽ കരയുന്ന ആളുകളാരുമില്ല. കല്ല അസാഉഹു, അവിടെ സമാധാനിപ്പിക്കാൻ പോകാനോ അസായിനും ആരുമില്ല. ഇങ്ങനെയാണ് മരിച്ചിട്ടുണ്ടെന്ന് ആരാധനയുണ്ട്, കൂട്ടം കൂട്ടൊന്നുമില്ലല്ലോ. ഇതാണ് എന്റെ അടുക്കൽ ഏറ്റവും വലിയ ഔലിയാവ്. وفي حديث أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم رب أشعث أغبرا. ഇത് മുടി ജട പിടിച്ച കുറെ ആള്, അതുപോലെ ശരീരത്തിൽ പൊടി എന്ന് പറഞ്ഞാൽ അതായത് ഈങ്ങി മുഷിഞ്ഞ് ദീ തിമ്രയിനി, അവർക്ക് എന്താന്ന് രണ്ട് തിമ്രെന്നു കൊടുക്കാനും മേത്തിടാനുള്ള ഒരു രണ്ട് തട്ടം, വേറെ ആഡംബര വസ്തുക്കളൊന്നുമില്ല. പിന്നെ തമ്പുവൻ വായുനാസി, ജനങ്ങളെ കണ്ടെന്താക്കും, അകന്നുകളി, തറപ്പിച്ചാരും നോക്കാനില്ല. നോക്കിയാൽ തന്നെ അള്ളാഹുവിനോട് കസമ ചെയ്ത് വല്ലതും ചോദിച്ചാൽ അള്ളാഹ് അപ്പൊ നടപ്പിലാക്കി കളയുന്ന ആളുണ്ട്. അള്ളാഹിന്റെ ഒരു വലിയ ആളാ. وروى معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم أنه قال إن يسيرا من الرياء شرك. റിയായിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതുണ്ടായാലും അത് ശിർക്കാണ്. ഒന്ന്, وإن من عادى أولياء الله فقد بارز الله بالمحاربة. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഒരാളെന്താക്കി ശത്രുത വച്ചാൽ പരസ്യമായ യുദ്ധം കൊണ്ട് അള്ളാഹുവിനോട് അയാൾ വെല്ലുവിളിച്ച ആളായി മാറി. ഹദീസിന്റെ ആശയമാണ്.
ഇനി നമ്മളെ വിഷയം കിടക്കട്ടെ. വഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അഖ്ഫിയാ, ഏറ്റവും തഖ്വയുള്ളവർ. അഖ്ഫ എന്ന് പറഞ്ഞാൽ മറന്നു, ഏറ്റവും മറന്നു. അതിന്റെ ജന്മം എന്താണ്? അഖ്ഫിയാ, ജനങ്ങളുടെ കണ്ണിൽ നിന്ന് ഏറ്റവും നിഗൂഢമായി മറഞ്ഞുപോയ. അല്ലദീന, അവരാരാ? ഇദാ ഗാബൂ ലം യുഫ്തഖദൂ, അവർ കാണാതെ വന്നാൽ ആരും അന്വേഷിക്കൂല. എന്താ അവരെ കാണാതെ? ഒരാളെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. വഇദാ ഹളറൂ, അങ്ങനെ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിലോ ലം യുദ്ഉ, എന്തിനൊന്നും ക്ഷണിക്കലുണ്ടാ? പാടിയിരിക്ക്, വാ നിങ്ങൊന്ന് ദ്വാരക്ക്, ഒന്നുമില്ല. പിന്നെ വലം യുറഫൂ, അവർ ആർക്കും അറിഞ്ഞുകൂടാ. ഇനിയോ ഖുലൂബുഹും മസാബീഹുൽ ഹുദാ, അവരുടെ കൽബുകളാണെങ്കിൽ ഹിദായത്തിന്റെ വിളക്കുകളാണ്. യഖ്റുജൂന മിൻ കുല്ലി ഖബ്റാഅ മുസ്ലിമാ, അവർ എന്താക്കുന്നറിയോ? പുറത്തേക്ക് വരുന്നത് പൊടിപെടുന്ന, അതുപോലെ തന്നെ ഇരുട്ടടഞ്ഞ ചില കാടുകളിൽ നിന്നും മലകളിൽ നിന്നും ഗുഹകളിൽ നിന്നും എന്താക്കും? പുറത്തേക്ക് വരും. അതായത് താമസിക്കാൻ അത്രയേ ഉള്ളൂ. وروى أبو هريرة رضي الله عن رسول الله صلى الله عليه وسلم في حديثه الذي نبه فيه باسمه ഉവൈസ് ഖറനി. അതാ ഉവൈസ് ഖറനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിനെ പറ്റി തങ്ങളാ പറഞ്ഞത്. ആ ഹദീസിലുണ്ട്. അതുപോലെ വഅസാദ ബിദിക്രിഹി, ഉവൈസ് ഖറനിയുടെ പ്രശസ്തി തങ്ങളാണ് പ്രചരിപ്പിച്ചത്. വനബ്ബഹ അലീമി അംദിഹി, അവർ എത്ര വലിയ ആളാണെന്ന് തങ്ങളാണ് വെളിപ്പെടുത്തിയത്. അന്നഹു ഖാല, അതാ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ബൈനാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഹദ്റത്തിലാണ്. ഫീ ഹൽഖത്തിൻ മിൻ അസ്ഹാബിഹി, അസ്ഹാബിമാരുടെ ഒരു സദസ്സിൽ. ഇത് ഖാല, അപ്പം തങ്ങൾ പറഞ്ഞു, ല യുസല്ലിയന്ന മഅകും ഗദൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശികളിൽപ്പെട്ട ഒരാൾ നിങ്ങളെ കൂടെ നാളെ എന്താന്ന് നിസ്കരിക്കാനുണ്ടാവും. ഖാല അബൂ ഹുറൈറ പറയുന്നു, ഫതമിഅതു അൻ അകൂന ദാലിക റജുല, ആ റജുൽ ഞാനാണായിരുന്നു എന്ന സ്വർഗ്ഗത്തിന്റെ ആളാവില്ല. ഫഗദൗതു, ഞാൻ രാവിലെ പോയി. ഫസല്ലൈതു ഖൽഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നിൽ നിസ്കരിച്ചു. ഫഅഖംതു ഫിൽ മസ്ജിദി, പള്ളിയിൽ തന്നെ അവിടെ കഴിഞ്ഞുകൂടി. പിന്നെ ഹത്തൻ സർഫന്നാസു, ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി. ഫബഖൈതു അന, ഞാനും വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മാത്രം ബാക്കി. അപ്പൊ ആരായി? സ്വർഗത്തിന്റെ ആളായിരിക്കും. വബൈനമാ നഹ്നു കദാലിക, അപ്പോഴാണ് ഇത് അക്മല റജുലുൻ അസ്വദു മുത്തസിറും ബിഖിർഖത്തിൻ, ഒരു കറുത്ത ഒരാൾ, അതുപോലെ ഒരു തുണിക്കഷുണ്ട്, അതുകൊണ്ട് അരിയുടുപ്പെടുത്തിട്ടുണ്ട്. ഇതാർ മൂറത്തിമ്പി മുറക്കാത്തിൽ തൊന്നിക്കൂട്ടിയ വസ്ത്രം കൊണ്ട് തട്ടുവാക്കിയിട്ടുണ്ട്. കണ്ടാ? فجاء حتى وضع يده في يد رسول الله صلى الله عليه وسلم, കൈ വെച്ചിട്ട് ثم قال يا نبي الله ادعو الله لي بالشهاده, എനിക്ക് ഷഹീദായി മരിക്കണം, തങ്ങൾ ദുആ ചെയ്യണം. കടത്തല്ലപ്പ. فدعا النبي صلى الله عليه وسلم له دعاء بالشهاده, ഷഹീദാവണം. അദ്ദേഹത്തിൽ നിന്ന് പുതുതായി പൊളിച്ച കസ്തൂരിയുടെ മണം അടിച്ചു വീശി. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ, ആരാണത്? തങ്ങളൊരാളെ പറ്റി പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ ഒരാൾ നാളെ വരും. അതായത് ഇന്നഹു ലമംലൂഖുൻ, അതൊരു അടിമയാണ്. ബനി ഫുലാൻ, ഏതോ ഒരു ഫുലാനിന്റെ. അപ്പം കുൽത്തു, ഞാൻ പറഞ്ഞു, അഫലാ നശ്തരീഹി, നമുക്ക് ഓറ വാങ്ങിയിട്ട് തങ്ങളെ ഓറ ഇച്ചിക്കാക്കി കൂടെ ഈ മംലൂക്ക്. അപ്പം തങ്ങൾ പറഞ്ഞു, വന്നാലി വിദാലിക, അല്ലാഹ് ഇവർ ഇങ്ങനെ ആക്കാനാ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ഇത്ര നല്ലൊരാളാ, ഇതൊക്കെ ചൊല്ലിട്ട് വിട്ടൂടെ? വാന്നാലി വിദാലിക, എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഇൻകാനല്ലാഹു യുരീദു അൻ യജ്അല മിൻ മുലൂക്കിൽ ജന്ന, ഇവിടെ അടിമയാണെങ്കിലും സ്വർഗത്തിലെ രാജാക്കന്മാരിൽ അന്നപ്പെടുത്താൻ ഉദ്ദേശിച്ചാലേ അയാളെ മാറ്റിമറിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. യാ അബാ ഹുറൈറ, ഇന്ന ലി അഹ്ലിൽ ജന്നത്തി മുലൂക്കും വസാദത്തൻ, സ്വർഗാവകാശികൾക്കാരുണ്ട് കുറെ രാജാക്കന്മാരും നേതാക്കളുമുണ്ട്. വഇന്ന ഹാദൽ അസ്വദ അസ്ബഹ മിൻ മുലൂക്കിൽ ജന്ന,
ഇന്ന ഹാദൽ അസ്വഹി കർത്താള് അസ്ബഹ മിൻ മുലൂകിൽ ജന്നത്തി വസാദാതിഹിം. ഇനി യാ അബൂ ഹുറൈറ ഇന്നല്ലാഹ യുഹിബ്ബു മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ പടപ്പുകളിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അൽ അസ്ഫിയാ അൽ അഖ്ഫിയാ അൽ അബ്ദിയാ. കണ്ടാ, അസ്ഫിയ എന്ന് പറഞ്ഞ ഏറ്റവും സഫാ ഉള്ള ആളുകൾ, അഖ്ഫിയ എന്ന് പറഞ്ഞ ഏറ്റവും ഖഫാ ഉടയവർ, മറഞ്ഞവര്. അതുപോലെ തന്നെ ലബ്ദിയ എല്ലാ ദോഷങ്ങളെ തൊട്ടും എല്ലാ കുറവുകളെ തൊട്ടും ബരി ആയ ആളുകളെ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. അശ്ശൈസത റൂസുഹും, കണ്ടാ, അവരെ തലന്തങ്ങ് ജട പിടിച്ചിട്ടുണ്ട്, വലിയ എണ്ണയും ഇതൊന്നുമില്ല. അതുപോലെ തന്നെ അൽ മുഗബറത്ത് ബുജൂഹുഹും, അവരുടെ മുഖമാണെങ്കിലോ പൊടി വെറ്റിയിട്ടുണ്ട്. അൽ ഖമിസത്ത് ബുതൂനുഹും, അവരുടെ വയറാണെങ്കിൽ ഒട്ടിച്ചൊളിഞ്ഞിട്ടുണ്ട്. മിൻ കസ്ബിൽ ഹലാൽ, ഹലാല് മാത്രം തിന്നു. അപ്പൊ വയറ് കൊമ്പ വയറാക്കി നടക്കാനൊന്നും ഉണ്ടാവില്ല. ഇനിയോ അല്ലദീന, അവർ ആരാന്നറിയോ? ഇദസ്തഅ്ദനു അലൽ ഉമറാഇ, നേതാക്കന്മാരുടെ പോയി സമ്മതം ചോദിച്ചാൽ ലം യുദല്ലഹും, വേണ്ട വേണ്ട പോയിക്കോന്നു. പിന്നെ വഇൻ ഖതബുൽ മുതനഇമാതി, സുന്ദരികളായ സ്ത്രീകളെ വിവാഹം ചെയ്ത് തരുമ്പോൾ ആവശ്യപ്പെട്ടാൽ ലം യുൻകഹു, അവർക്ക് പെണ്ണിനെ കിട്ടൂല. ആരാ അവർക്ക് ഭാഗം നോക്കല്? വഇൻ ഗാബു, അവർ അപ്രത്യക്ഷമായാൽ ലം യബ്തഖദു, അവർ അന്വേഷിക്കാൻ ആളില്ല. വൻ ഹളറു, അവർ സദസ്സിൽ ഉണ്ടെങ്കിൽ തന്നെ ലം യുദ്ഉ, അവർ ക്ഷണിക്കലോ പേര് പറയലോ ഇല്ല. വഇൻ തലഉ, അവർ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ ലം യഫ്റഹു ബിതൽഅതിഹിം, അവരെ കണ്ടതുകൊണ്ട് ആർക്കും സന്തോഷം ഉണ്ടാവില്ല, അത്രയൊന്നും തോന്നിയിട്ടില്ല. വഇൻ മരിദു, അവർ രോഗികളായാൽ ലം യുആദു, ആരും കാണാൻ പോവില്ല. വഇൻ മാതു, അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലം യുശ്ഹദു, ആരും ജനാസയിൽ പങ്കെടുക്കൂല. അപ്പൊ അത്ര ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധിയില്ല. ഖാലു യാ റസൂലല്ലാഹ്, ഇത് പറഞ്ഞോടത്തല്ലോ. അവരെ പറഞ്ഞു, യാ റസൂലല്ലാഹ് കൈഫ ലനാ ബിറജുലിൻ മിൻഹും, കയ്യിഫ് ലനാ ബിറജുലിൻ മിൻഹും, അങ്ങനെയുള്ള ഒരാളെ പറ്റി നമുക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി തരണം, ആരെങ്കിലും ഉണ്ടോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അരി വയസ്സിൽ കറഞ്ഞ് ഈ സിഫത്തല്ല ഒറ്റരാളും. കാലു ഒമാ വയസ്സിൽ കറഞ്ഞ്, അതാണ് വയസ്സിൽ കറഞ്ഞ്. കാല അഷഹലു എന്ന് പറഞ്ഞാൽ കുറെ കുറവായി പറയുന്നില്ല, പൂച്ചക്കണ്ണാണ്, കണ്ണിന് വലിയ സ്റ്റൈലില്ല. ദൂ സുഹൂബത്ത് എന്ന് പറഞ്ഞാൽ രോമങ്ങളൊക്കെ ചെമ്പിച്ചാളാണ്, ചെമ്പ് നിറത്തിന്. പിന്നെ ബൈദുമാബൈനൽ മങ്കിബ്, രണ്ട് ചുമലിന്റെ അടി വിശാലമാണ്. തങ്ങളെ പറ്റി ശമായില് പറഞ്ഞില്ലേ? പിന്നെ മുഅ്തദിൽ ഖാമ, ഒത്ത ഉയരമാണ്. തങ്ങള് ഉപസക്കാരനെ കണ്ടാളല്ല, ഇത് ഗൈബിയായ വാർത്തയാണ്. ആദമു എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന്റെ കളർ, ശദീദുൽ ഉദുമ, അത് ആ മണ്ണിന്റെ കളറ്, വെള്ള കളറും വേറെ അല്ലേ. ഇനി നാരിപം ബിദക്കനില സദരിഹി, എപ്പോഴും കുമ്പിട്ടിട്ട് ഈ താടി എല്ലാം സദറിന് മുട്ടിട്ടുണ്ട്, ചിന്തയിലാണ്. റാമിൻ ബിൻ അദരിഹില മൗദിഅ സുജൂദിഹി, സുജൂദിന്റെ മഹലിലേക്കാണ് എപ്പോഴും നോട്ടം. അങ്ങോട്ടോ സുജൂദിന്റെ മഹലാണ് നോക്കുന്നത്. വാലിഇൻ യമീനഹു അലാ ശിമാലിഹി, വലത്തേക്ക് എന്താക്കും അടുത്തേക്ക് ഇങ്ങനെ വെക്കും. കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? മറ്റെന്താ യതുലുൽ ഖുർആന, എപ്പോഴും ഖുർആൻ ഓതും. യബ്കി അലാ നഫ്സിഹി, വറ നഫ്സിന്റെ കാര്യത്തിൽ ഓതിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ദൂ തിംറൈൻ, രണ്ട് വസ്ത്രം പറഞ്ഞില്ലേ, അത് ലാ യുബഹു ബിഹി, അത് ആരെ കണ്ടാൽ ആരും ബലവെക്കൂല, പേഴ്സണാലിറ്റി.
മുത്തസിറുൻ ഇസാർ സൂഫിൻ, സൂഫിന്റെ ഒരു ഇസാറാണ് അരക്കുടുത്തത്. വരിദാ സൂഫിൻ, സൂഫിന്റെ ഒരു തട്ടുമുണ്ട്. മജ്ഹൂലുൻ ഫീ അഹ്ലിൽ അർദ്, ഭൂമിന്റെ ആളുകളെ കൂട്ടത്തിൽ മജ്ഹൂലായ ആളാണ്. മഅറൂഫുൻ ഫീ അഹ്ലിസ് സമാ, ആകാശത്തിൽ അറിയപ്പെട്ട ആളാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ ഖസ്മഹു, അള്ളാഹുവിനോട് വേണ്ടെന്ന് ചോദിച്ചാൽ എന്താക്കും? ഇനിയും ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത തോളിന്റെ അടിയില് ഒരു കലയുണ്ട്, ലുമത്ത്, വെളുത്തത് ബൈള, ഒരു വെള്ളപ്പാട്ടിന്റെ കളറ്. ഇതെല്ലപ്പ കണ്ടേ, കൈ പൊന്തിച്ചു നോക്കിയാലേ കാണലേ. അലാ വഇന്നഹു ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ ഖീല ലിൽ ഇബാദ്, അടിമകളോട് പറയും ഉദ്ഖുലുൽ ജന്ന, എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ. വയുഖാലു, വൈസുൽ ഖറനിനോട് നിങ്ങൾ പോകല്ല, ആളുകൾ കൊണ്ട് ശഫാഅത്ത് ചെയ്യുക. അല്ലാഹു തആല അവരെ ശഫാഅത്ത് സ്വീകരിക്കും. ഫീ മിസ്ലി അദദി റബീഅത വ മുളർ, അറബിയിലുള്ള വലിയ രണ്ട് ഗോത്രല്ലേ റബീഅത്തും മുളറും. അവരെ കബീലയിൽ എത്ര എണ്ണമുണ്ട്? അത്ര എണ്ണമുണ്ട്. യാ ഉമറു വയാ അലി, രണ്ടാളെ വിളിച്ച്, ഇദാ അൻതുമാ ലഖീതുമാഹു, നിങ്ങൾ രണ്ടാളും ആ വയസ്സിനെ കണ്ടെങ്കിൽ റളിയല്ലാഹു ഫതുലുബാ ഇലൈഹി യസ്തഗ്ഫിറു ലകുമാ, നിങ്ങൾ രണ്ടാളെന്താക്കണം? ഇസ്തിഗ്ഫാർ ചെല്ലിപ്പിക്കണം. യഗ്ഫിറുല്ലാഹു ലകുമാ, നിങ്ങൾക്ക് അല്ലാഹു തആല അവർ ഇസ്തിഗ്ഫാറിനോട് പുറത്തു തരും. മൂപ്പർ അവിടെ വെച്ച് ചുരുക്കി. ഹദീസിന്റെ ബാക്കി ഇനിയുണ്ട്. وفي حديث آخر أن رسول الله صلى الله عليه وسلم قال يكون في أمتي رجل يقال له ويس القرني, എന്നറിയപ്പെടുന്ന ഒരാൾ എന്റെ ഉമ്മത്തിലുണ്ട്. يدخل في شفاعته عدد ربيعة ومضر, ഇപ്പോ പറഞ്ഞില്ലേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനോട് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നടപ്പിലാക്കും. അതുകൊണ്ട് ഫമൻ ലഖിയഹു ബഅദി ഫൽയുക്രിഹു മിന്നി സലാം, എനിക്ക് ശേഷം നിങ്ങൾ ഇന്ന് ആരെങ്കിലും അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ സലാം അവരോട് പറയണം. സുമ്മ സുഇല അൻ അലാമത്തി, അപ്പൊ അവരെ കണ്ടുപിടിക്കണ്ടേ? അവർ അലാമത്ത് ചോദിച്ചപ്പോ ഫഖാല ഹുവ റജുലുൻ അസ്ഹബു അശ്ഹലു ദൂ തിംറൈനി അബിയലൈനി ലഹു ഉമ്മ, നേരത്തെ പറഞ്ഞ ഒസ്ബല്ലം പറഞ്ഞു. രണ്ട് തുണിയുണ്ട്, പിന്നെ ചെമ്പിച്ച രോമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടോ ലഹു ഉമ്മുൻ, ഓർക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. വഖദ് കാന ബിഹി ബയാമുൻ, അവർക്ക് വെള്ളപ്പാണ്ട് ബാധിച്ചിട്ട് ഫതഅല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ദുആർന്നിട്ട് ഫഅദ്ഹബഹു അൻഹു, അല്ലാഹു തആല മാറ്റി കൊടുത്ത്. ഇല്ലാ മിഖ്ദാർ ദീനാർ, ഒരു ദീനാറിന്റെ അളവ് കഷ്ടത്തിന്റെ അടിയിലുണ്ട്. അവിദ്ർഹം ലാ യുഹബഹു ബിഹി ലഹു, അവരാരും വലിയ പരിഗണിക്കൂല. എന്നൊരു കാര്യപ്പെട്ട ആള് വന്നൊന്നും അതാ മജ്ഹൂലുൻ ഫിൽ അർദ് മഅറൂഫുൻ ഫിസ് സമാ, നേരത്തെ പറഞ്ഞ പോലെ. ഇനി പറയട്ടെ, വകാന ഖദ് ബലഗ മിൻ സിദ്ദത്തി ഖുമൂലിഹി വ നിഹായത്തി ദുഅഫിഹി, അവര് ജനങ്ങളുടെ ഇടയിൽ വളരെ ലഈഫും ആ പ്രസിദ്ധിയില്ലാത്ത ആളതിന്റെ അറ്റങ്ങണ. അന്നന്നാസക്കാനു യസ്ഖറൂന മിന്നു, ജനങ്ങളെ എന്താക്കും? അവർ പരിഹസിക്കും, കളിയാക്കും. വയസ്തഹ്സിഊന ബിഹി വയഉദൂനഹു, മൂപ്പർ അടിക്കുകയും തല്ലിയും കുത്തലും ചെയ്യും. വയറൗന ഫി ഹലിയത്തിൽ ഖിദാഇ വതലസുസി, കക്കുന്ന പരിപാടി ഇത് കള്ളനാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത്.
ആളെ ചതിക്കും, ചതിയനാണ്, കള്ളനാണ്. വയൻസിബുനയില്ലാതായിരിക്കും. അവിടെ കളവ് നടന്നാൽ എന്താ കോറാന്ന് കള്ളനെന്ന് പറയും. فقد ربي في ذلك أنه دفع إليهم بعض فقهاء الكوفة صوبين. കോഫയിലുള്ള ചില ആളെന്താക്കും, അവർക്ക് 2 വസ്ത്രം കൊടുത്തു. വക്കാന യുജാലിസുഹു, ആ മജ്ലിസിൽ പോയിരിക്കുമായിരുന്നു. ഫങ്കതാൻ മജ്ലിസിഹി ലിഅജ്ലിൽ വറ, വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് മൂപ്പർ വരാതിരുന്നതാണ്. അങ്ങനെ വസ്ത്രം കൊടുത്തു. ഫറദ്ദഹുമാ അലൈഹി ബഅദ അൻ നഖറഹുമാ മിൻ, അതെന്താക്കി, ആ ഫക്കീനോട് വാങ്ങി സ്വീകരിച്ചു നേട്ടം തിരിച്ചു കൊടുത്തു. ഉടുക്കാൻ വസ്ത്രം ഇല്ല. വഖാല ഇന്നന്നാസ യഖൂലൂന മിൻ ഐന ലഹു ഹാദാനി സൗബാനീൻ, ജനങ്ങളെ പറയാ ഇത്ര നല്ല 2 വസ്ത്രം എടുന്ന് കിട്ടി, കട്ടതാണ്, എല്ലാവരും കിട്ടൂല. തറ മിൻ മൻ ഖദഅ അലൈഹിമാ, ഈ 2 വസ്ത്രത്തിന് ആരോ ചതിച്ചിട്ട് തട്ടിപ്പാക്കിയതാണ് ജനങ്ങൾ പറയും. വകാന ഫീ ദാലികൽ വഖ്തി യുജാലിസുൽ ഫുഖഹാ, ആ കാലഘട്ടത്തിൽ ഫുഖഹാഇന്റെ മജ്ലിസിൽ മൂപ്പറുണ്ടാകും. വയൽഹറുന്നാസി, ജനങ്ങൾക്ക് ചിലപ്പം വെളിപ്പെടും. അതപ്പം വദാലിക ഖബല അൻ യുറഫ ബിരിഫഅത്തിൽ ഖാദിരി, അവർ വലിയ പദവിയുള്ള ആളാണെന്ന് അറിയപ്പെടുന്നതിന് മുമ്പായിരുന്നു. പദവി എന്നറിയപ്പെട്ട പൊളിച്ചെടുത്തു. വജലാലത്തുൽ ഖത്ർ വതൻബീഹ് ഉമർ അലൽ മിമ്പർ റളിയല്ലാഹു അൻഹു, മിമ്പറിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഇനി നുടന്നു. ഫലമ്മാ റഅ അന്നന്നാസ റഫൂ ഹാലഹു, അവർ ഹാലിനെ പറ്റി ജനങ്ങൾ അറിഞ്ഞപ്പോൾ ഹറബൻഹും, അവരിൽ നിന്ന് ഒളിച്ചോടി. വസ്തഖ്ഫ മിൻഹും, പിന്നെ ആരും പ്രത്യക്ഷപ്പെടലില്ല. വലബ്ബസ അംറഹു അലൈഹിം, ജനങ്ങൾക്ക് തിരിയാത്ത കോലത്തിൽ എന്താക്കും, ബിരിആയത്തിൽ ഇവർ ഒട്ടകത്തിനെ വഹിക്കുന്ന ആള്, വിറക് കീറുന്ന ആള്, ഇങ്ങനെ കൂലിപ്പണിയെടുക്കുന്ന ആളാക്കിയിട്ട് എന്താക്കും, ഇതൊന്നും തിരിയണ്ട. വഖീല ലി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലമ്മാ സഅൽ അൻഹു ഖൗമുഹു, ഖൗമിനോട് ഉമർ റളിയല്ലാഹു ചോദിച്ചില്ലേ, മാ ഫീന അഖ്മല മിൻഹു ദിക്റൻ, അവരെക്കാൾ പ്രസിദ്ധി ഇല്ലാത്ത ഖുമൂലുള്ള ഒരാളെ നമ്മുടെ നാട്ടിൽ വേറെയില്ല, നിങ്ങൾ എന്തിനാ ഓർപ്പിച്ച് ചോദിക്കുന്നു? നേരത്തെ പറഞ്ഞില്ലേ, അലി റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ കണ്ടപ്പോൾ വസാലഹു മൻഹുവ, ആരാണെന്ന് ചോദിച്ചപ്പോ ഫഖാല ലഹു റായി ഗനമീൻ, ഒരു ആട്ടിനെ നയിക്കുന്ന ആള്, വാജീർ ഖൗമിൻ, ഒരു ഖൗമിന് കൂലിപ്പണിയെടുക്കുന്ന പണിക്കാരനാണ്. ഉവൈസ് എന്ന് പറഞ്ഞോടത്തേയില്ല, പറഞ്ഞ പിടിക്കൂലേ? ഉമർ റളിയല്ലാഹു അൻഹു കണ്ടേ പറ്റുന്നുണ്ട്. ഫലമ്മാ സഅലഹു അൻ ഇസ്മിഹി, പേരെന്താന്ന് ചോദിച്ചു. ഖാല അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അല്ലേ. ഫലമ്മാ സഅലഹു, അതല്ല നമ്മുടെ ചോദ്യം. അൻ ഇസ്മിഹി അല്ലദീ സമ്മത്തുഹു ബി ഉമ്മ, ഉമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു. കുടുങ്ങിയില്ലേ? ഇംതന അൻ യുജീബ്, പിന്നെ മറുപടി ഒന്നും പറയുന്നില്ല. ഫലമ്മാ അഖ്ബറഹു ബി വസ്ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുറെ വസ്ഫ് പറഞ്ഞില്ലേ, അത് ഇവിടെ കണ്ടപ്പോൾ വന്നഹുമാ അറഫാഹു, ഏതാനും 2 തിരിഞ്ഞെന്ന് കണ്ടപ്പോൾ ബിദാലിക ഫഖാല ലഹുമാ അസാ അൻ യകൂന ദാലിക ഗൈരി, അത് ആള് മാറിപ്പോയി, വേറെ ഏതോ ആളാവാനാ സാധ്യത എന്ന് പറഞ്ഞു. ഫലമ്മാ ഖാല ലഹു അഖ്ബറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ന തഹത മൻകിബിക്കൽ ലൈസറിലും അത്തം ബൈളാ, ഇടത്തെ കക്ഷത്തിന്റെ അടിയിൽ വെളുത്തൊരു അടയാളമുണ്ട് നബി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കൈയൊന്ന് പൊന്തിക്കണം. വതലബ മിൻഹു അൻ യൂദിഹുമാ, എന്ന് കാണിച്ചു. പിന്നെ ആള് മാറില്ലല്ലോ. ലം യജിദ് ബുദ്ദ, ഇനി ഒരു നിവൃത്തിയില്ലാത്തപ്പോൾ മിൻ അൻ യൂദിഹുമാ വദാലിക വല്ലാഹു അലം ലിയുരിയഹുമാ, അപ്പൊ എന്തിനെ കാണിച്ചു കൊടുത്തേ? തങ്ങൾ പറഞ്ഞ കാര്യം എന്താക്കണം, ഹക്കുൽ യക്കീനായി കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. തങ്ങൾ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഓറെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല. തങ്ങൾ ഗൈബ് കൊണ്ട് വിഷയം പറഞ്ഞില്ലേ, അത് അമ്രം വാജിബുൻ അലൈഹി, അത് വാജിബാണല്ലോ. അല്ലെങ്കിൽ അതും കാണിക്കാതെ കണ്ടെന്തെങ്കിലും ഇതിന് പറഞ്ഞിട്ട് രക്ഷപ്പെടുവായിരുന്നു. ചോദിച്ചതിനൊക്കെ അങ്ങനെയല്ലേ ആക്കിയത്. പറഞ്ഞ നമ്മളോടൊപ്പം കൂടണം.
അത് കണ്ടുമുട്ടാൻ വേണ്ടി ഒരു സ്ഥലം നിശ്ചയിക്കുക, നമ്മൾ വന്നിട്ട് കാണും. ഖാല ലഹു യാ അമീറൽ മുഅ്മിനീൻ ലാ മിഅദ ബൈനി വബൈന, അങ്ങനത്തെ ഒരു ഇടപാടേടില്ല. വലാ അരിഫ്, നിങ്ങൾ അറിയണ്ട, വലാ തഅരിഫനി, എന്നെ ഇങ്ങോട്ടും അറിയണ്ട, ബഅദൽ യൗം, ഇന്നു മുതൽ. സുമ്മ ദഫഅൽ ലിബില അസ്ഹാബിഹ, ആ മൈക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്ത്, വഖല അനിൽ റിആയ, പിന്നെ മൈക്കിന്റെ പണി നിർത്തി. വകദാലിക ഫഅല ഹരീം ബിൻ ഹയ്യാൻ എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ടായിരുന്നു, അവരോടും ചെയ്ത് ഇതേ പരിപാടി, ഈ ഒളിച്ചെടി. ലമ്മാ ലഖി ബിശാതിൽ ഫുറാത്ത്, ഫുറാത്തിന്റെ വക്കത്ത് വെച്ച് കണ്ടുമുട്ടിയിരുന്നു. വവഖഅ ബൈനഹും വതഅറഫു, കണ്ടാക്ക് തിരിയും ചെയ്തു. ഖാല ലഹു ഹദ്ദിസ്നി ബിഹദീസിൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണോ എന്ന് ആരോട്? ഉവൈസ തങ്ങളോട് പറഞ്ഞു. ഇതിനാ അഹ്ഫദു ഹൽക, നിങ്ങൾ പറഞ്ഞു തന്നതായിട്ട് എനിക്ക് കാണപ്പെടാക്കാം അല്ലേ? ഫഖാല ലഹു ലാ ഉഹിബ്ബു അൻ അഫ്തഹ ഹാദൽ ബാബ്, ഈ ബാദ് തുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഹദീസ് പറയുന്ന ഒരു മുഹദ്ദിസായി പ്രസിദ്ധനാകാനേ. ലാ ഉഹിബ്ബു അൻ അകൂന മുഹദ്ദിസൻ വലാ മുഫ്തിയൻ വലാ ഖാദിയൻ, എനിക്ക് ഖാദിയും ആവണ്ട, മുഫ്തിയും ആവണ്ട, മുഹദ്ദിസും ആകണ്ട. ഫലമ്മ ഫറഗ മിനൽ കലാമി അല്ലദീ കാനാ ബി സദദിഹി, അത് ഹരീമും ഹയ്യാനും വൈസങ്ങളും കണ്ടില്ലേ, ആ സംസാരം തന്നപ്പോ സഅലഹു മുദാവമത്തൽ ഇജ്തിമാഅ ബിഹി, നമുക്ക് എപ്പോഴും കണ്ടുമുട്ടണം. വേണ്ട, വംതന, അത് കൂട്ടാക്കി. ഫഖാല ലഹു ലാ അറാക ബഅദൽ യൗം തത്ലുബു, എന്നെ ഇവിടുന്ന് അങ്ങോട്ട് തേടി നടക്കുകയും വേണ്ട. വലാ തസ്അലു അന്നി, എന്നെ പറ്റി അന്വേഷിക്കുകയും വേണ്ട. ഇൻതലിക അൻത ഹാഹുന ഹത്താ അൻതലിക ഹാഹുന, നിങ്ങൾ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോ. സുമ്മ ബഅദ ദാലിക ഇജ്തഹദ ഫീ തലബിഹി, ഏതായാലും ഹരിമന്താക്കി അന്വേഷണം നടത്തിയിട്ടും ഏടെ പരതിയിട്ടും ഫലം യഖലഹു ലാ ഖബർ, പിന്നെ ഒരു വാർത്തയും ആരും അറിഞ്ഞില്ല. വമിൻ അജീബി അംദിഹി, മൂപ്പറ കാര്യം അറിയണ്ടേ, അൻ ഹഖഖ അല്ലാഹു തആല ലഹു ഹാദൽ ഹാൽ, ഈ ഹാൽ അല്ലാഹു തആല എന്താക്കി, ജീവിതത്തിൽ മുഴുവൻ ഉറപ്പാക്കി. മിന തഖഫി വതസത്തുർ, ഒളിച്ചു നടക്കലും ആളടയിലെ പ്രസിദ്ധ എന്താ മൗത്തിന് ശേഷം അല്ലാഹു തആല അത് പൂർത്തിയാക്കുകയും ചെയ്തു. അവരുടെ വക്കൽ നിന്ന് ഒരുപാട് കറാമാത്തുകളും ആയാത്തുൽ ഇബ്രത്തെല്ലാം കൊണ്ട് പ്രസിദ്ധനായിട്ടുണ്ട്. എന്നിട്ടോ ഖാല അബ്ദുല്ലാഹി ഇബ്നു സലമ പറയുന്നു, ഗസൗന അദ്ർബീജാൻ, യുദ്ധം ചെയ്തു. എപ്പം? സമന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലം. വമഅന സയ്യിദുനാ വൈസ്, നമ്മളെ കൂടെ ഉണ്ട്. ഫലമ്മാ റജഅ, മടങ്ങുന്ന അവസരത്തിൽ മരിദ റളിയല്ലാഹു അൻഹു ഫമാത, ഫനസൽന, നമ്മളെന്താക്കി, മറ ചെയ്യാൻ വേണ്ടിയല്ല ഒരിക്കലുണ്ട്. ഫൈദാ ഖബ്റും മഹ്ഫൂർ, കുഴിച്ചു വെക്കപ്പെട്ട ഖബറത, വമാഉം മസ്കൂബ്, അതാ ഹനൂത്തും, മെയ്ത്ത് പരിപാലനം ചെയ്യാനുള്ള ഹനൂത്തും കഫനും എല്ലാം അവിടെ എത്തി. ഫഗസൽനാഹു വകഫന്നാഹു, കഫന്നാഹു, പിന്നെ വസല്ലൈന അലൈഹി വദഫന്നാഹു, എല്ലാ പരിപാടിയും കഴിച്ചു. ഫഖാല ബഅദുനാ ലിബഅദിൻ, നമ്മ പരസ്പരം പറഞ്ഞു, ലൗ റജഅനാ ഫഅല്ലംനാ ഖബ്റഹു, നമ്മൾ മടങ്ങി പോകുമ്പോ ഖബറിനൊരു അലാമത്ത് വെക്കണം, നാട്ടിൽ സിയാറത്ത് ചെയ്യാലോ. ഫറജഅനാ, അങ്ങനെ നോക്കുമ്പോ ഫൈദാ ലാ ഖബർ വലാ അസർ, ഒന്നുമില്ല, അല്ലാഹു തആല മൂടിക്കളഞ്ഞു. അപ്പൊ ചിലതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഈ കിസ്സക്കെതിരാണ്. قلت والحكايات والآثار في ماضيه الخمول وذنب الاشتهار أكثر من أن يأتي عليه الانحصار وقد أورد كثيرا منها الأئمة المصنفون في هذا العلم. ഈ എൽമില് തസാനീഫ് ഉണ്ടാക്കിയ സൂഫിയാക്കളെ നേതാക്കന്മാരുണ്ടല്ലോ, അത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഫൽ യുതാലി ദാലിക്കൽ മുരീദ്, അതുകൊണ്ട് ഒരു മുരീദിന് ആവശ്യമുണ്ടെങ്കിൽ അത് പാരായണം ചെയ്തോ. മുസ്തമിദ്ദൻ മിനല്ലാഹി ഹസന തൗഫീഖ്,
തൗഫീഖിന് അള്ളാഹിനോട് ചോദിച്ചോന്ന് കേടാ. എന്നിവിടെ എന്താക്കി മുസന്നിഫ് ഒരു കുഴിച്ചു മൂടലി, ഒരു നടലി, ഒരു മുളക്കലി, പഴം കായ്ക്കലെല്ലാം പെട്ട് ഒരു മജാസാക്കിയിട്ടുണ്ട് എന്നാലും പറയും. وتعبير المؤلف رحمه الله هنا بالتنفيذ والأرض والنبات ഇത്യാദി 4 സാധനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മിൻ മുലഹിൽ ഇസ്തിആറാത്ത്, നല്ല അത്ഭുതകരമായ ഇസ്തിആറാത്തിൽ പെട്ടതാണ്. തസ്ബീഹ് ഇസ്തിആറാത്ത് നമ്മൾ പണ്ടേ കേട്ടതില്ല. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ